Hi guys, welcome back to Kalipos Talk season number 3, episode number 7. And we have as always Tindu and Gulan with us. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ആസ് ഓൾവേസ്. കുറേ ഗെയിം വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലടാ? ഇത്രയും ഒരു 4 ഗെയിം വീക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. പ്രീമിയർ ലീഗിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു റിയൽ മാഡ്രിഡ് എവിടെ ലിവർപൂൾ ജയിച്ചു മാൻ സിറ്റിക്കെതിരെ. അതും അടിപൊളിയായിട്ട് ഒരു കളിയായിരുന്നു, അടിപൊളി മാച്ചായിരുന്നു. അതുപോലെ തന്നെ ദ ക്ലോസസ്റ്റ് ചലഞ്ചർ ആയിട്ടുള്ള ആർസണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. അവരുടെ കയ്യിലുണ്ടായിരുന്നു, ലിവർപൂളിന് ഒരു പ്രഷർ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. റിലേറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള വെസ്റ്റ് ഹാം ഫിക്ചർ അവർ തോറ്റിരിക്കുകയാണ്. സോ പീപ്പിൾ ആർ സെയിങ് ലൈക്ക് ഈ സീസൺ ലിവർപൂളിന് തന്നെയാണ്, ഇനി അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല എന്നുള്ള രീതിക്ക് ആയി തുടങ്ങിയിരിക്കുന്നു. വാട്ട് യു ഗൈസ് തിങ്ക്? ഈസ് ലിവർപൂൾ ലൈക്ക് ഓൾറെഡി ദ ചാമ്പ്യൻസ്? Most probably. Salah is unstoppable. അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു Because Salah is unstoppable. Really unstoppable this season. അല്ല, നിനക്ക് ഞാൻ ഓൾറെഡി കൺഗ്രാറ്റ്സ് അയച്ചല്ലോ. ആ കളി കഴിയാറാകുമ്പോഴേക്ക് ഞാൻ അയച്ചു. ഇനിയിപ്പോ ആരും വരാൻ പോകുന്നൊന്നുമില്ല. ലൈക്ക് ആർസണലായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് ഉണ്ടായിരുന്നു കുറച്ചെങ്കിലും. ഐ തിങ്ക് ഇറ്റ്സ് ഡിസൈഡഡ് ഓൾറെഡി. ആൻഡ് ആർനെ സ്ലോട്ടിന്റെ ആ ഒരു പോസ്റ്റ് മാച്ച് സംതിങ് ഹി ടോൾഡ്, ലൈക്ക് BBC-യിൽ കുറേ പേര് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഒരു 15 പേരോ മറ്റേ ലൈക്ക് ജേർണലിസ്റ്റ് പ്ലസ് പണ്ഡിറ്റ്സ് എല്ലാവരും കൂടെ പ്രെഡിക്റ്റ് ചെയ്തതിൽ ഒരെണ്ണത്തിൽ പോലും ലിവർപൂൾ ഇല്ല. ആൻഡ് ആകെ ഐ തിങ്ക് 3-4 പേര് മാത്രമേ ലിവർപൂൾ ഐ തിങ്ക് സെക്കൻഡ് വരുന്ന ലിവർപൂൾ ഒരു ചാൻസ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ആർനെ സ്ലോട്ട് ഐ തിങ്ക് അതിനെ പറ്റി എന്തോ ഒരു കമന്റ് ഇട്ടായി ഞാൻ കണ്ടു. ലൈക്ക് nobody predicted that we would be title contenders, but look where we are now. Yeah, I understand. Even നമ്മുടെ സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡ്സിൽ നമ്മളിത് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പോലും പറഞ്ഞു ലിവർപൂളിന് ചാൻസ് ഇല്ല എന്ന്. കാരണം ന്യൂ മാനേജർ ആണ്, ഒരു ട്രാൻസിഷൻ ഉള്ള സ്ക്വാഡാണ്. സോ ആ ഒരു റീസൺ കൊണ്ട് എനിക്ക് അവരെ ഫസ്റ്റ് ഇടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഇവൻ ആസ് എ ലിവർപൂൾ ഫാൻ. ബട്ട് ആർനെ സ്ലോട്ട് ഹാസ് exceeded all expectations എന്ന് വേണമെങ്കിൽ പറയണം. Mo Salah has exceeded all expectations to give us like one of the greatest ever individual seasons in Premier League history. അത് ഇനി 11 കളി ബാക്കി നിൽക്കെ ആണ് ആ ഫീറ്റ് മോ സാല അച്ചീവ് ചെയ്തിരിക്കണമെന്നാണ്. It's unbelievable, man. What a game, what a guy. What a fight. 12 goals is something left. സിംഗിൾ പ്രീമിയർ ലീഗ് സീസണിലെ ഏറ്റവും കൂടുതൽ ഗോൾ ആൻഡ് അസിസ്റ്റ് കോൺട്രിബ്യൂഷനിൽ 12 അങ്ങാട്ടേ ഇനി ബാക്കിയുള്ളൂ ഫസ്റ്റ് ആവാൻ. And the thing is, he is on course to beat both. Like individual goalsum individual assistum വേണമെങ്കിൽ ഈ റേറ്റിൽ ആണെങ്കിൽ അതും പൊട്ടിക്കാം. ആസ് എ എന്ന് വെച്ചാൽ രണ്ടും ചേർത്തിട്ട് മാത്രമല്ല ഞാൻ പറയണ, ഇൻഡിവിജ്വൽ അസിസ്റ്റ് ഇപ്പം ഐ തിങ്ക് മാക്സിമം 20 എന്തോ ആണ്. തിയറി ഹെൻറിയും കെവിൻ ഡെ ബ്രൂയിനെയാണ് ടൈയിൽ നിൽക്കുന്ന ഒരു ഇതാണ്. ആൻഡ് ഐ തിങ്ക് മോ സാല ജസ്റ്റ് നീഡ്സ് ലൈക്ക് 5 more assists. ഓൾറെഡി ഹി ഹാസ് 15 അല്ലേ? അപ്പോൾ 5 എണ്ണവും കൂടെ ഉണ്ടെങ്കിൽ he will already be on equaling that record. With 12 games also, in hand, right? one other stats is like അലൻ ഷിയറർ ആണ് ഇപ്പോൾ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് ആൻഡ് അസിസ്റ്റിൽ ടോപ്പ് ഉള്ളതെന്ന് പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് 47 or something. But that is 42 game season. പഴയ ഫോർമാറ്റിൽ അത് 42 game season ആണ്. അതിലെങ്ങനെ 47 something ആണ്. But he is on course to beat that. Yeah. Like he's so very close. Means ഇപ്പോഴേ 41 ആയി. സാലയുടെ ഇൻഡിവിജ്വൽ റെക്കോർഡ് 42 ആണ്. അത് 12 ഗെയിംസ് അങ്ങോട്ടല്ലേ ഇൻ ഹാൻഡ് 26 ആയുള്ളൂ. അതെ, സാലയുടെ ഫസ്റ്റ് സീസണിലാണെന്ന് തോന്നുന്നു ആ ഒരു റെക്കോർഡ് 41 ഗോൾസ്. അത് ബീറ്റ് ചെയ്തു ഓൾറെഡി. അത് ബീറ്റ് ചെയ്തില്ല, ഇനി ഒരു ഗോളും കൂടെ ആയാൽ അത് ബീറ്റ് ആവും. അങ്ങനെ എന്തോ ആണല്ലേ. പക്ഷെ അത് ഐ മീൻ ദാറ്റ്സ് ഇൻ 38 ഗെയിംസ്. ആശാൻ ഇനി എത്ര കളി ബാക്കിയുണ്ട്? സോ അതെന്താണ് ലൈക്ക് അതെങ്ങനെ പെട്ടെന്നൊരു ഇത് വരെ എനിക്ക് എന്തോ ആർനെ സ്ലോട്ടിന്റെ സിസ്റ്റത്തിൽ അവന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോ മെസ്സിക്ക് വേണ്ടി ബാർസലോണ സെറ്റപ്പ് ചെയ്ത പോലെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ലിവർപൂളിന് വേണ്ടി കാണുന്നില്ല. സാലയ്ക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ലൈക്ക് എവരിബഡി ക്യാൻ സ്കോർ എന്നുള്ള രീതിക്ക്. പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല, ഹീസ് ലൈക്ക് മേ ബി കോൺട്രാക്ട് കിട്ടാത്തതിന്റെ ദേഷ്യമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് ഹീസ് സോ എഫക്റ്റീവ്. ലൈക്ക് ലിവർപൂളിന്റെ അസിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് പ്ലെയർ ആയിട്ട് മാറിയിരിക്കുന്നത് സല. ഐ തിങ്ക് വളരെ ഐ മീൻ ക്ലോപ്പ് സെറ്റ് ചെയ്ത് പോയ പ്ലെയേഴ്സ് ആറിനെ വരുമ്പോഴേക്കും ഏറ്റെടുക്കുമ്പോഴേക്കും ഇറ്റ് വാസ് ലൈക്ക്
all pieces were there for him to solve the puzzle. അതുപോലെ ഒരു ഇത് ലൈക്ക് ഗ്രാവൻബർഗ് ഫൈൻഡിങ് എ ന്യൂ പൊസിഷൻ, ഗെയിനിങ് ഫോം ഇൻ ദാറ്റ്. അതുപോലെ തന്നെ ലൈക്ക് വെർജിൽ വാൻഡൈക്കും ഗ്രാവൻബർഗും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര അടിപൊളിയാണ്. ഞാനത് പലപ്പോഴും ലിവർപൂൾ ഗെയിംസിൽ ശ്രദ്ധിച്ച, ലൈക്ക് ഞാൻ ഇപ്പോഴും വിചാരിക്കും ലൈക്ക് വൈ ഹിസ് ഈസ് സോ ഗുഡ്, വൈ അങ്ങനെ ഒരു പുതിയ റോൾ, അതും CDM എന്നൊക്കെ പറഞ്ഞാൽ ഒരു വളരെ ചാലഞ്ചിങ് റോളാണ് മാസ്റ്റർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരാൾക്ക് കയറി അങ്ങനെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എല്ലാവരും. And you can even argue that he is up to the level of what Rodri had done last season. Like അതുപോലെ റോഡ്രിയുടെ അത്ര ഗോളും അസിസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഡിഫെൻസീവ് അബിലിറ്റി, ആ ഒരു കൺട്രോൾ, ഡിക്റ്റേറ്റിംഗ് പ്ലേ, പിന്നെ അടുക്കുന്ന ടേൺസും. So good on the ball, man. So good on the ball. That's incredible. So ആ ഒരു അത് ഭയങ്കര ടഫാണ്. ആൻഡ് ഐ തിങ്ക് that has been key because Virgil is able to communicate in native language to Gravenberch, and I think that is very important. കാരണം ആർനെ സ്ലോട്ടിനും വെർജിലിനും ആണെങ്കിലും ഇവർക്ക് 3 പേർക്കും അറിയുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഡച്ച് ആണ്. ആൻഡ് ബിക്കോസ് വെർജിൽ എപ്പോൾ നീ എല്ലാ ഗെയിംസ്, ഇപ്പൊ കഴിഞ്ഞ കളി പോലും ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ദേ മിസ് ദ ചാൻസ്, ലിവർപൂൾ മിസ് ദ ചാൻസ്. എനിക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല, ഐ തിങ്ക് സോബോസ്ലൈ ആണോ ലൂയിസ് ഡിയാസ് ആണോ അറിയില്ല. നൂനസ് അല്ല, അതിന് മുമ്പ് അല്ലടാ, ഈ സിറ്റി ഗെയിമില് ഒരു ചാൻസ് സ്ലോബോസ്ലൈഡ് ആണ് തോന്നുന്നു, ഒരു ചാൻസ് അവര് സേവ് ചെയ്ത് മിസ് എന്തോ ആയി. ആൻഡ് സിറ്റി റീഗെയിൻ പൊസിഷൻ ആൻഡ് ഇൻസ്റ്റന്റ്ലി ദേ സ്റ്റാർട്ടഡ് അറ്റാക്കിങ്. ലൈക്ക് പെട്ടെന്ന് അവർ തിരിച്ചു വരണമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി കെയോട്ടിക്. ഞാൻ വിചാരിച്ചു അത് പെട്ടെന്ന് ഗോളാവുന്നു, കാരണം ആ ഒരു മൊമെന്റിൽ എനിക്ക് ലിവർപൂൾ കുറച്ച് ലൈക്ക് ആ ട്രാൻസിഷനിൽ ലിവർപൂൾ കുറച്ച് ഔട്ട് ഓഫ് പൊസിഷൻ ആണ് തോന്നി. സോ ആ മൊമെന്റിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ചിലപ്പോൾ തിരിച്ചടിക്കും. ബട്ട് ആ സിറ്റുവേഷനിൽ പോലും വെർജിൽ വാസ് സോ കാം. ഹി വാസ് ടെല്ലിങ് വേർ ടു കീപ് ദ ലൈൻ, എവിടെ പോകണം, എവിടെ പോയിന്റ്, ലൈക്ക് ഓരോ പ്ലേയേഴ്സിനും ഹി വാസ് സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഓൾ ദ ടൈം. ലൈക്ക് അതൊക്കെ വളരെ അണ്ടർ റേറ്റഡ് ക്വാളിറ്റീസ് ആണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് റിയലി ഹെൽപ്ഡ് ഗ്രാവൻബർഗ് ടു ജെൽ ഇൻ ടു ദ ടീം. വിർജിൽ വാൻ ഡൈക്കിനെ പറ്റി ഒരു കാര്യം പറയുകയാണെങ്കിൽ, he makes defending look so easy in Premier League, even when it is not. Like ഒരിക്കലും ഇത്രയും കാമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഡിഫൻഡറെ കാണാൻ പറ്റില്ല. ഇറ്റ്സ് നെവർ ഇൻ എ റഷ്, ലൈക്ക് എപ്പോഴും കൺട്രോൾ ഉണ്ട്. ആൻഡ് മാൻ സിറ്റി ഗെയിമിൽ നമ്മളത് കണ്ടു. ഒരാൾക്ക് ഒരു തരി സ്ഥലം, ഒരു തരി ചാൻസ് കൊടുക്കാത്ത രീതിയിൽ കൊനാട്ടയാണെങ്കിലും വെർജിലാണെങ്കിലും, വെർജിൽ എസ്പെഷ്യലി കൊനാട്ട ഉണ്ട്, കൊനാട്ട അർണോട്ടിന് കിട്ടിയ പണിക്കൊക്കെ കൊനാട്ടയായിരുന്നു കവർ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ വിർജിലിന്റെ ആ ഒരു കമ്പോഷർ, ഓ മാൻ, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഐ എം സ്റ്റിൽ സർപ്രൈസ്ഡ് there is no contract talks going on for these two guys. Man, I don't get FSG, man. Salah is like aging like fine wine. ഓരോ Salah can play almost 3 years old. 35 years of age വരെ ഉറപ്പാണ് അവന്റെ കാര്യം. You can bring a like younger player and develop with him, right? അവനെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വേണമെങ്കിൽ ഫുൾ 90 കളിക്കണ്ട, അല്ലെങ്കിൽ മേ ബി ചില മാച്ചസ് ലൈക്ക് FA കപ്പ് അല്ലെങ്കിൽ ചില UCL മാച്ചസ്, ഈസിയർ UCL മാച്ചസിൽ യങ്ങർ പ്ലേയേഴ്സിനെ കളിപ്പിക്കുക, ഗിവ് ഹിം എ റെസ്റ്റ്. ബട്ട് കോൺട്രാക്ട് കൊടുക്കണം. Why would you let him go? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ലൈക്ക് ഒരു പ്ലെയറിന്റെ ഏറ്റവും ബെസ്റ്റ് ഫേസ് ഉണ്ടാവുക 30+ലാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ലൈക്ക് ആ ഒരു അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആയിട്ടാണ് വരുന്നത്. ബട്ട് എല്ലാ പ്ലേയേഴ്സിനും ആ ഫിറ്റ്നസ് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് വെൻ ദേ ഡു ലൈക്ക് ദേ വിൽ ഹാവ് എ ക്രേസി സീസൺസ് ലൈക്ക് അറ്റ് 30+ ഇയേഴ്സ്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരൊക്കെ മാറ്റി വെക്കാം. ഇപ്പൊ കരീം ബെൻസിമ ആണെങ്കിലും ലൂക്കാ മോഡ്രിച്ച് ആണെങ്കിലും ഇവരൊക്കെ ബാൻഡോർ അടിച്ചത് 30+ ഇയേഴ്സ് ഓഫ് ഏജിലാണ്. ഇനി ഈ സീസണിൽ മേ ബി സാല ഓൾസോ 30+ ഏജിലാണ് അടിക്കാൻ പോകുന്നത്. സോ I don't know what their philosophy is about these contract situations. And ഒരു അണ്ടർറേറ്റഡ് ക്വാളിറ്റി ഞാൻ പറയാം, ലൈക്ക് there are many reasons why Salah is performing well. ഒന്ന് എനിക്ക് തോന്നുന്നത് സാല അത്ര ടയറിങ് ആയി ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ആർനെ സിസ്റ്റത്തിൽ സാല ഇസ് മോർ ലൈക്ക് അങ്ങേർക്ക് കുറച്ചും കൂടെ എനർജി സേവ് ചെയ്യാൻ പറ്റും. കാരണം ക്ലോപ്പിന്റെ ആ ഒരു ഹൈ ഇന്റൻസിറ്റി പ്രസ് ഇറ്റ്സ് നോട്ട് ദാറ്റ്. അതുകൊണ്ട് തന്നെ he is able to conserve his energy and he is used to that energy level, and now he doesn't have to use
അപ്പോൾ എപ്പോഴും ഹി ഹാസ് സർപ്ലസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ എപ്പോഴും എസ്പെഷ്യലി അവേ ഗെയിംസിലാണെങ്കിലും ഈ സീസൺ ഏറ്റവും കൂടുതൽ അവേ ഗോൾസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഉള്ള പ്ലെയർ സലയാണ്. ആൻഡ് ഹി ഹാസ് മോർ കോൺട്രിബ്യൂഷൻസ് ഇൻ അവേ മാച്ചസ് ദാൻ ഹി ഹാഡ് ഇൻ ആൻഫീൽഡ്. ദാറ്റ്സ് അതൊരു വളരെ റെയർ സ്റ്റാറ്റാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫോർ സമൺ ലൈക്ക് സല. സോ ദാറ്റ് ഈസ് വൺ റീസൺ. ബട്ട് ദ നെക്സ്റ്റ് റീസൺ ഈസ് ഇന്നലെ തന്നെ നമുക്ക് കാണാൻ പറ്റി അങ്ങയുടെ ഒരു ജീനിയസ്. ആൻഡ് സെക്കൻഡ് ഗോളിൽ ആ ടച്ച്, ഹിസ് പ്രസൻസ് ഓഫ് മൈൻഡ് ടു വെയർ ടു ഷിഫ്റ്റ് ഹിസ് ബോഡി വെയ്റ്റ് ടു സെൻഡ് ഗാർഡിയോൾ ദ അതർ വേ, ലൈക്ക് ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ രണ്ട് ഡിഫൻഡേഴ്സിനെയും ഫുൾ വഴി തെക്കി. ആൻഡ് ഓഫ് കോഴ്സ് കേർട്ടിസ് ജോൺസും സോബോസ്ലൈ ആ എടുത്ത റണ്ണിലും അവരുടെ ഇന്റലിജൻസും അതിന്റെ ഭാഗത്ത് ലൈക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അർണോൾഡിന്റെ ബോൾ, അർണോൾഡിന്റെ ബോൾ എല്ലാം. ബട്ട് അറ്റ് ദാറ്റ് മൊമെന്റ് ഹീ ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് പ്ലെയർ ഓൺ ദ പ്ലാനറ്റ്. ലൈക്ക് എനിക്ക് വേറൊരു പ്ലെയറിനെ അത്ര എഫിഷ്യന്റ് ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഈ ഒരു മൊമെന്റിൽ. ലൈക്ക് ഐ എം എ റയൽ മാഡ്രിഡ് ഫാൻ. എനിക്ക് വേണമെങ്കിൽ ഇപ്പം എംബാപ്പയോ വിനീഷ്യസിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് സലേനെ അണ്ടർമൈൻ ചെയ്യാനോ പല ഫാൻസ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് നോ, ദിസ് സീസൺ Salah is clearly on a next level of efficiency. Like every touch, every creative action he takes on the pitch somehow results into goal അല്ലെങ്കിൽ assist. Like you can't touch him, untouchable എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു. And I think he'll easily beat all records ഈ ഒരു റേറ്റിൽ. അൺലെസ് ലിവർപൂൾ നേരത്തെ തന്നെ ടൈറ്റിൽ ജയിച്ചിട്ട് സലേനെ ഫുൾ റെസ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ മേ ബി. സല അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. ഹി വാണ്ട്സ് ടു ബ്രേക്ക് ദി റെക്കോർഡ്സ്. അതെ. ഓൾസോ ലിവർപൂൾ ഈ കളി കളിച്ചത് വിത്തൗട്ട് എ പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാണ്ടല്ലേ കളിച്ചത്. ഐ മീൻ ന്യൂ സിസ്റ്റം പോലെ ലൈക്ക് ആ റോളിലേക്ക് സോബോസ്ലൈൻ്റെ ആ ഒരു ഇത് ഇമ്പാക്ട് ലൈക്ക് ഒരു സ്ട്രൈക്കർ ഇല്ലാണ്ട് കളിക്കുമ്പോൾ ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് കയറി കളിക്കണ്ടെങ്കിൽ അതും ആർനെ സ്ലോട്ടിന്റെ ഒരു ഇത് തന്നെ. 34% പൊസഷൻ പറഞ്ഞേക്കണത് ആ കളിയിൽ ലിവർപൂളിന്റെ. സിറ്റിക്കെതിരെ ഇത്രയും ലോവസ്റ്റ് പൊസഷൻ ലിവർപൂളിന്റെ ആദ്യമായിട്ടായിരിക്കും. ബട്ട് ദ വേ ദ മാനേജ്ഡ് ദാറ്റ് ഗെയിം, നീ പറഞ്ഞ പോലെ സോബോസ്ലൈ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ആയിട്ടല്ല കളിച്ചത്, നമ്പർ 10 പൊസിഷനിലാണ് കളിച്ചത്. പക്ഷെ പുള്ളിയുടെ വർക്ക് റേറ്റ് എൻ്റെ പൊന്നാരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ മോനെ. അതുപോലെ തന്നെ കൊനാട്ടെ, ഡോക്കു 13 ഡ്രിബിള് അർണോൾഡിനെ ബീറ്റ് ചെയ്ത്. അർണോൾഡിനെ അടിച്ച് താറങ്ങും പറങ്ങും ആക്കിക്കണം അർണോൾഡിന്റെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട്. പക്ഷെ അതിന്റെ ബാക്കിൽ കൊനാട്ട് വന്നിട്ട് അത് കവർ ചെയ്തെടുത്തത്. ആസ് എ ടീം ലൈക്ക് വെൽ ഓയിൽഡ് മെഷീനെ പോലെയാണ് കളിച്ച്. അതാണ് ആ ടീമിന്റെ വിഷയം. ആൻഡ് ഐ നെവർ എക്സ്പെക്ടഡ് ദാറ്റ്. കാരണം എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഫിക്സ്ചർ കൺജഷൻ കാരണം ഒരു ഡിപ്പ് ഇൻ ഫോം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലിവർപൂളിന്റെ. ബട്ട് ഐ നെവർ എക്സ്പെക്ടഡ് ദം ടു ബി ദിസ് ഗുഡ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു സ്ലോട്ട് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് മാനേജ്മെന്റ് അഗൈൻസ്റ്റ് സിറ്റി. Yeah. And then other side of the Premier League in London, West Ham versus Arsenal. Bottlers. ലൈക്ക് ഈ ഫസ്റ്റ് പൊസിഷൻ കഴിഞ്ഞുള്ള ബാക്കി എല്ലാ പൊസിഷനും പ്രീമിയർ ലീഗ് ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. ലിവർപൂൾ ഓക്കെ, ദേ വിൽ സെക്യൂർ എ ഡ്രോ ഓർ വിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും പറയാം. ഓക്കെ, അതിന് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇത്രയും പൊസിഷൻസ് എന്ത് നടക്കും എന്ന് പറയാൻ പറ്റൂല. സൗത്താംപ്ടൺ പിന്നെ വിടാം. അത് കുറെയൊക്കെ സിറ്റിയുടെ ഡൗൺഫോൾ കാരണവും കൂടെയാണ്. ലൈക്ക് വെൻ യു ഹാവ് സിറ്റി ഇറ്റ് വാസ് സോ പ്രെഡിക്റ്റബിൾ അല്ലേ. ആൻഡ് ഐ തിങ്ക് കാണാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോ. എനിക്കിപ്പോ മറ്റേ ഈ ബോറ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന കളി കാണുന്നേക്കാളും എല്ലാ ടീമും അടിക്കട്ടെ, അറ്റാക്ക് ചെയ്യട്ടെ, ലെറ്റ് ദം ഗോ ഫോർ ഇറ്റ് എന്നേ ഞാൻ പറയൂ. ലൈക്ക് എന്തുകൊണ്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് UCL കളിച്ചൂടാ? എന്തുകൊണ്ട് ടീം ലൈക്ക് ബോൺമൗത്ത് ടോപ്പ് 4 ആയിക്കൂടാ? ആ ഒരു ബിഗ് 6 എന്നുള്ള ആ ഒരു ഇത് പോകണം എന്നാണ് എനിക്കും ആഗ്രഹം. ആൻഡ് ദാറ്റ് ഈസ് വെരി ഗുഡ്. ഡെഫിനറ്റ്ലി. ഇപ്പൊ കളി കണ്ടാലും നമുക്കറിയാം. അപ്പോൾ വേറെ ഏത് ലീഗ് എടുത്തു കഴിഞ്ഞാലും ഈ ലെവലിലേക്ക് ആ മിഡ് ടേബിൾ ടീംസ് പെർഫോം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ ടീമിലും. നോട്ട് ടോക്ക് അബൌട്ട് UCLs ആൻഡ് UAF, but in the league, if you look at it like plain ആയിട്ട് നോക്കി കഴിഞ്ഞാൽ this is the reason why Premier League is the best.
അറ്റ്ലീസ്റ്റ് അറ്റ് ദ മൊമെന്റ്. ബട്ട് കറന്റ്ലി ലാലിഗയിലെ ടോപ്പ് 4 തമ്മിലുള്ള ഇതാണ് ടൈറ്റിൽ റേസ് ആണ് ഏറ്റവും സീൻ. ടൈറ്റിൽ റേസ് നമുക്ക് ഉണ്ടല്ലോ. അല്ല അവൻ പറയണ എനിക്ക് മനസ്സിലായി. ആ ആ ടോപ്പ് 4 വിട്, അവൻ പറയുന്നു. അത് ശരിയാ. അത് ടു സം എക്സ്റ്റെന്റ് യെസ്. ഫൈനൽ ഡേയിൽ വരെ ഞങ്ങൾ 2 ടീംസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് കുറെ സീസൺ ആയിട്ട്. വേറെന്താ നമുക്ക് പറയാനുള്ളത്? അല്ല ആർസണൽ കളി കണ്ടോ നിങ്ങൾ? ആർസണലിനെ പറ്റി പറയണേ, ഇവിടെ ചിലർ പറഞ്ഞു ആർസണലിന് ചാൻസ് ഉണ്ടെന്ന്, ആർസണലിൽ തിരിച്ചു വരുമെന്ന് ചിലർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ലിവർപൂളിനെ കാട്ടി വലിയ ബോട്ടിലേഴ്സ് ആണ് ആർസണൽ. അത് അച്ചിട്ടായി സംഭവിക്കൊണ്ടിരിക്കുകയാണ്. എടാ ലിവർപൂൾ പോയിന്റ് എവിടെയെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും അടിപൊളിയായിട്ട് ആർസണലിൽ പോയിന്റ് ലൂസ് ആവും. എടാ അവർക്ക് സാക്ക പോയതോടെ ആ കോർണർ ജാം ഒക്കെ നിന്നു. അവർക്ക് ആക്ച്വലി ഒരു അറ്റാക്ക് അറ്റാക്ക് ഒരു റെഡി ആവുന്നില്ല. സാക്ക പോയതിനു ശേഷം ക്രിയേറ്റിവിറ്റി ഭയങ്കര കുറഞ്ഞു. ലൈക്ക് ഒഡേഗാർഡ് സാക്ക തമ്മിലുള്ള ആ ഒരു ലിങ്ക് അത് ഇല്ലാത്ത ഒരു പോലെ. നീ നോക്ക്, ആർട്ടറ്റയുടെ കാര്യം പറയാം. 5 വർഷമായില്ലേ ഇപ്പൊ കോച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. എത്ര കാശ് ചെലവഴിച്ച് പുള്ളി. നല്ല അടിപൊളി സ്കോഡല്ലേ പുള്ളിയുടെ കയ്യിലിരിക്കണേ. എന്നിട്ട് കോർണറിന്നാണോ ഗോൾ അടിക്കാൻ പഠിക്കേണ്ടത്? സെറ്റ് പീസ് ആണോ മേജർ സ്ട്രാറ്റജി ആയിട്ട് വരേണ്ടത്? അതൊന്നും ഒരിക്കലും. ഓക്കെ, സാക്കയില്ല, ഒരു സ്ട്രൈക്കർ ഇല്ല, ബട്ട് അതൊക്കെ ഒരു ഇപ്പൊ നമുക്ക് ലിവർപൂൾ ആണെങ്കിലും സിറ്റി ആണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിലും സോറി അറിയാതെ വന്ന അയ്യോ ഇല്ല, കേൾക്കാൻ മടവാളനില്ലല്ലോ. ഇവരൊക്കെ ആണെങ്കിലും ഒരു സ്ട്രൈക്കർ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ സാല ഇല്ലെങ്കിലും ഒക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നോക്കുകയാണെങ്കിൽ അവർ മെയിൻ ആയിട്ട് അവരുടെ സെറ്റ് പീസാണ് ഈ സീസണിൽ ഒരു ത്രെറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. ഇത്രയും ഇയേഴ്സ് ഓഫ് ട്രെയിനിങ്ങും ഇത്ര ഇയേഴ്സ് ഓഫ് ടാക്ടിക്കൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൻസൺ ഇരിക്കുന്നത് എനിക്ക് വിഷമമാണ് സത്യം പറഞ്ഞു. അല്ല കഴിഞ്ഞ മാച്ച് ലൈനപ്പ് എടുത്ത് നോക്കിയാല് മെറീനോ സ്ട്രൈക്കർ, ട്രൊസാർഡ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ചെക്കൻ നുവാനേരി ഓൺ റൈറ്റ് ആയിരുന്നു ഇവരുടെ അറ്റാക്ക്. സെയിം അപ്രോച്ച് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലാ. ഇല്ലല്ലോ, മെറീനോ മീൻസ് ബോവന്റെ മെറീനോ ലൈനപ്പിൽ സ്റ്റാർട്ട്. ഞാൻ അതിന് മുമ്പത്തെ പറഞ്ഞു. അതിന് മുമ്പത്തെ അവൻ സബ്ബായിട്ടാണ് വന്നത്. അതിന്റെ മുമ്പത്തേൽ എന്താന്ന് വെച്ചാൽ കുറെ ക്രോസ് വരുന്നുണ്ടായിരുന്നു. അതിന്റെ മുമ്പത്തെ ഏത് ടീമാ ലൈക്ക് കുറെ ക്രോസ് കൺസീഡ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു. ഏതായിരുന്നു? ലെസ്റ്റർ ആയിരുന്നു. ലെസ്റ്റർ. സോ ലെസ്റ്റർ ഈസ് നോൺ ടു കൺസീഡ് സോ മെനി ഈ എന്താ ക്രോസസ്, ഹെഡേഴ്സ് അങ്ങനത്തെ ഒക്കെ. അവർ അതിൽ കുറച്ച് വൾണറബിൾ ആണ്, കാരണം അത്ര ഫിസിക്കാലിറ്റി ഇല്ല. ബട്ട് വെസ്റ്റ് ഹാം ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആൻഡ് സ്റ്റിൽ പോട്ടർ എന്ന് പറഞ്ഞ മാനേജറിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ പോട്ടറിന് അങ്ങനെ ഒരു ഫിക്സ്ഡ് ഫിലോസഫി ഇല്ല. ഹി പ്ലേസ് അക്കോർഡിംഗ് ടു ദ ഒപ്പോസിഷൻ. അത് പണ്ടും എപ്പോഴും അങ്ങനെയായിരുന്നു. അങ്ങേരെ ഒപ്പോസിഷൻ അനുസരിച്ചാണ് എപ്പോഴും ടീം സെറ്റപ്പ് ചെയ്യുക. ആൻഡ് യു നോ ദാറ്റ് വെസ്റ്റ് ഹാം ഹാസ് ദ ക്വാളിറ്റീസ് ടു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് a similar approach. Why didn't he tweak? And he blames the players that standard പോരാ, മൊത്തത്തില് എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് പുള്ളിനെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് സോ ഒബ്വിയസ്. ലൈക്ക് വെസ്റ്റ് ഹാമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആ ഒരു അപ്രോച്ച് നടക്കില്ല എന്ന് നമുക്ക് ലൈക്ക് അങ്ങേരുടെ പോലെ ഒരു ഇപ്പൊ ഞാനൊരു കോമൺ വ്യൂവർ ആണ്. എനിക്കിപ്പോ അത്ര വലിയ ടാക്ടിക്കൽ നോളേജോ അങ്ങനെയൊന്നും ഇല്ല. ബട്ട് അങ്ങേരെ പോലത്തെ ഒരു മാനേജർക്ക് ഹി വിൽ ഡെഫിനറ്റ്ലി നോ ദാറ്റ് ഇറ്റ്സ് സോ ഒബ്വിയസ്. കഴിഞ്ഞതുപോലെ കളിച്ചാൽ പോട്ടറിനെതിരെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങേർക്ക് അറിയാം. ആൻഡ് വെസ്റ്റ് ഹാം ഹാസ് ദ ക്വാളിറ്റി ബിക്കോസ് ദേ ഹാസ് ദ പ്ലേയേഴ്സ് ബാക്ക്. അന്ന് ഒരു ടൈം അവർ ഇഞ്ചുറി ആയതുകൊണ്ട് അവർ മോശമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇപ്പൊ അവർക്ക് ആ ഫിസിക്കൽ പ്രൊഫൈൽസ് ഉള്ള
players എല്ലാം ഉണ്ട്. ടോഡിബോ ആൻഡ് മാവ്രോപോനസ് ആർ ഗ്രേറ്റ് സെന്റർ ബാക്സ് when it comes to covering crosses. And Areola is playing much better than what he used to during that injury phase. സോ വെസ്റ്റ് ഹാമിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു മണ്ടത്തരം കാണിച്ചു എന്ന് വരെ എനിക്ക് തോന്നും. ആൻഡ് ദെൻ ഹി ലെഫ്റ്റ് ദാറ്റ് യങ്സ്റ്റർ ഗോ, ചീഡോ, ഒബി മാർട്ടിൻ. ആകെ ബാക്കി ഉണ്ടായിരുന്ന ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന യങ്സ്റ്റർ ആ ചെക്കനായിരുന്നു. ആ ചെക്കനെ മാൻ യുണൈറ്റഡിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ വേറൊരു കാര്യം അവർ ചെയ്തു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയില് വാട്കിൻസിന് വേണ്ടി ഒരു ബിഡ് ഇട്ടു 40 മില്യന്റെ. അത് ആസ്റ്റൺ വില്ല നൈസായി തകർത്തു. ഇവർക്ക് എന്തുകൊണ്ടാ അത് അപ്പം തന്നെ കുറച്ചുകൂടി പൈസ മുടക്കിയിട്ട് ആ വാട്കിൻസിനെ കൊണ്ടുവരായിരുന്നു. ഹാവേർട്സ് പരിക്ക്, സാക്ക് പരിക്ക്, വാട്കിൻസ് ഒരു നല്ലൊരു പ്രോസ്പെക്റ്റ് ആണ്. അവിടെ കുറച്ച് സ്ട്രോങ് ബിഡ് കൊടുക്കായിരുന്നു. പക്ഷെ ജോൺ ഡ്യൂറാൻ പോയതിനു ശേഷം പിന്നെ ഒരു ബിഡ് അവർ സ്വീകരിക്കില്ല, കാരണം അവരിൽ വേറെ സ്ട്രൈക്കർ ഇല്ല. മനസ്സിലായി. സോ അവിടെയും ആർസണലിന്റെ ഒരു അലസമായ അപ്രോച്ചാണ് എനിക്ക് തോന്നി ട്രാൻസ്ഫർ മാർക്കറ്റിൽ. ആസ്റ്റൺ വില്ല പ്രോ ആക്റ്റീവ് ആയിരുന്നു. മാലൻ, അസെൻസിയോ, റാഷ്ഫോർഡ് രണ്ട് പെട്ടെന്നല്ലേ കൊണ്ടുവന്നു. റാഷ്ഫോർഡ് നല്ലൊരു ഇമ്പാക്ട് ആയിരുന്നല്ലോ അവര് കഴിഞ്ഞ 2 കളി. അങ്ങനെ ആസ്റ്റൺ വില്ലക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്താ ആർസണലിന് ചെയ്തൂടെ? റാഷ്ഫോർഡ് വേറൊരു സെഗ്മെന്റ് ആണ്. റാഷ്ഫോർഡ് യുണൈറ്റഡിൽ നിന്ന് പോകുന്നു, നല്ലപോലെ കളിക്കുന്നു. ആന്റണി യുണൈറ്റഡിൽ നിന്ന് പോകുന്നു, നല്ലപോലെ കളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാലന്റിനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെ ഒരു ക്ലബ്ബ്? ഇന്നത്തെ പോസ്റ്റ് കൂടെ പറ. ലഞ്ചിന് എന്താണ്? സാൻഡ്വിച്ചോ? നീ കുറച്ച് നേരത്തെ അത് നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. പൊളി സാധനം. കാരിങ്ടണില് ഫസ്റ്റ് ടീം പ്ലേയേഴ്സിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സൂപ്പും സാൻഡ്വിച്ചും മാത്രമേ ഉള്ളൂ ലഞ്ചിന്. എന്റെ അമ്മേ, എന്തൊക്കെയാ അവിടെ നടക്കുന്നത്. അതങ്ങനെ ഒരു ക്ലബ്ബ്. എടാ ഞാൻ എന്ന് പറഞ്ഞപ്പോ എന്റെ മോനെ എല്ലാവർക്കും എന്തായിരുന്നു അമോറിമിനെ എന്തോ. അല്ല, അങ്ങേരെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങേര് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എത്ര വലിയ പണി കിട്ടുന്നു. അതെ, സ്പോർട്ടിങ്ങില് അൺബീറ്റബിൾ ആയിട്ട് നടന്നിരുന്ന. അതല്ല, പുള്ളിക്ക് ടെൻഹാഗിന്റെ സ്കോഡ് വെച്ച് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നാൽ അതായിരിക്കാം. ഐ ഡോണ്ട് നോ, മേ ബി ഓൾറെഡി അവർ $1 ബില്യൺ അടുത്ത് എങ്ങാണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇനി പുള്ളിക്കും വേണ്ടി ചെലവഴിക്കട്ടെ, നോക്കാം എവിടെ വരെ പോകുന്നു. അല്ല, എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു സാധ്യതയുണ്ട്. കാരണം പുള്ളിക്ക് ആ ഒരു സ്കോഡ് വെച്ച് ചിലപ്പോൾ കളിക്കാൻ പറ്റിയെന്ന് വരില്ല, സ്വാഭാവികമാണ്. അതാണല്ലോ. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കൂടി അത് കളിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ യുണൈറ്റഡ് ചെയ്ത ഒരു ബാഡ് ഡിസിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഷുഡ് ഹാവ് പ്ലേഡ് വിത്ത് ടെൻ ഹാഗ് ആൻഡ് എൻഡ് ഓഫ് ദ സീസണിൽ ചിലപ്പോൾ സ്വാപ്പ് ചെയ്താൽ മതിയായിരുന്നായിരിക്കും. അതായിരിക്കും ഒരു ബെറ്റർ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഈ കളി ഇപ്പൊ കാണുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമോറിമിന് ആ ഒരു ടീം സെറ്റ് ആവണില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം. സോ മേ ബി എൻഡ് ഓഫ് ദ സീസണിലായിരുന്നു അമോറിമിനെ കൊണ്ടുവരേണ്ടത്. ലൈക്ക് ആ ഒരു സ്ക്വാഡ് റീവാമ്പ് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ കുറെ പ്ലേയേഴ്സിനെ സെല് ചെയ്ത് കളഞ്ഞിട്ട് അവന് വേണ്ട പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതിയായിരുന്നു ആ ഒരു പ്രൊജക്ട്. ഇതിപ്പോ എവർട്ടനെ കാട്ടിയും ബാക്കിലേക്കായി പോയി. And that means a lot. രണ്ട് സ്ട്രൈക്കേഴ്സ് ഉണ്ട് അവർക്ക്. ഒരാൾക്ക് ഹോൾഡ് അപ്പും ചെയ്യാൻ അറിയാം, ഫിസിക്കൽ ആവാൻ അറിയാം, പക്ഷെ ഗോൾ അടിക്കാൻ അറിയില്ല. മറ്റേ സ്ട്രൈക്കർക്ക് പാസ് ചെയ്യാൻ അറിയാം, ലിങ്കപ്ലേ അറിയാം, ഗോൾ അടിക്കാൻ അറിയില്ല. ആരെങ്കിലൊക്കെ അടിക്കണ്ടേ? എറണാകുളം ആണെങ്കിൽ എല്ലാം പറമ്പിക്കോ അടിക്കുന്നത്. ബ്രൂണോ മാത്രം ഉണ്ട്. എന്തായാലും കണ്ടറിയാം, റെലഗേറ്റ് ആവില്ല തോന്നൂലേ എനിക്ക്. ബ്രൂണോ ആണെങ്കിലും ബ്രൂണോ പോരാ കളിക്കാൻ. അവന്റെ റോള് മാറിയോണ്ടാന്ന് തോന്നുന്നു. അവന്റെ റോൾ അങ്ങനെയാടാ, അവന്റെ ഐഡിയൽ റോൾ അല്ലല്ലോ പോലെയല്ല ഇപ്പൊ കളിക്കുന്ന പ്ലേ സ്റ്റൈലിൽ. പിന്നെ എനിക്കൊരു ഇന്നലത്തെ കളികൾ കണ്ടപ്പോ വിഷമം തോന്നിയത് എന്താണെന്നറിയോ? കെവിൻ ഡെബ്രോയിന എന്ന വൻമരം വീണു. കെവിൻ ഡെബ്രോയിന എന്ത് കളിയാണ് കളിച്ചിരുന്നത്. പക്ഷെ പാസ് ഇട്ട് വരുന്ന ആളാ. കൈകെട്ട് കൊടുക്കണേ, ഒരു ബോൾ പ്രസ് ചെയ്യാൻ വരുന്നില്ല ആള്. സിറ്റി നെക്സ്റ്റ് സീസൺ ഫുള്ള് ക്ലെൻസിങ് ആണല്ലോ. അവര് പറഞ്ഞല്ലോ, കൈൽ വാക്കർ, ഇത് ഡിബ്രൂയിന്, ബെർണാഡോ സിൽവ, ഏജ്ഡ് പ്ലേയേഴ്സ് ഒക്കെ കളയുവാണ്.
ഗുണ്ടോഗൻ ഇവരൊക്കെ കോൺട്രാക്റ്റിന് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നുള്ള ഇതിൽ പറഞ്ഞല്ലോ, ഒരു ക്ലെൻസിങ് പോലെ തന്നെ. ബട്ട് അവർ കുറച്ച് And- നേരത്തെ ചെയ്യണമായിരുന്നു ആക്ച്വലി. അത് നല്ല Like, സ്ട്രാറ്റജിയാണ്. കാരണം അത് കഴിഞ്ഞ കളി നമ്മൾ നോക്കുകയാണെങ്കിൽ നീ പറ. അത് ആക്ച്വലി ഞാനും ഗുലാനും അന്ന് പറഞ്ഞ സെയിം പോയിന്റിലേക്ക് തന്നെ എത്തും. ലൈക്ക് അത് വെച്ച് പറയുകയാണെങ്കിൽ യൂത്ത് പ്ലെയേഴ്സിന് അവരുടെ മെയിൻ യൂത്ത് പ്ലെയേഴ്സ് ലൈക്ക് ബ്രാഹിം ഡിയാസ് ആണെങ്കിൽ ഇപ്പോൾ റയൽ മാഡ്രിഡിൽ എന്താ കളി, ബട്ട് ഹീ ഈസ് നോട്ട് ഗെറ്റിംഗ് ക്വൈറ്റ് പ്ലേ ടൈം ദർ റൈറ്റ്. റയൽ മാഡ്രിഡിലാണ്. ഇപ്പോൾ സിറ്റിയിൽ തന്നെ ആ സീനിയർ പ്ലെയേഴ്സിൻ്റെ കൂടെ തന്നെ ആയിട്ട് മിക്സ് ആയിട്ട് കുറച്ച് ടൈം കൊടുത്തിട്ട് കളിച്ചിരുന്നെങ്കിൽ ദേ വുഡൻറ്റ് ഹാവ് ടു ലൈക്ക് ഫൈൻ ഇപ്പോൾ മെർമൂഷ് ഒക്കെ കൊണ്ടുവരുന്നതിന് പകരം ആക്ച്വലി ഹീ ഈസ് റൈറ്റ് എ ഗുഡ് റീപ്ലേസ്മെന്റ് ഫോർ റൈറ്റ്. മെർമൂഷും ബ്രാഹിം ഡിയാസ് ഒക്കെ വിങ്ങിൽ കളിക്കുന്ന പ്ലേയേഴ്സ്. അതുപോലെ And even they had the one of the best right backs in the world, Frimpong, അവരുടെ അക്കാഡമി ആയിരുന്നില്ലേ, ജെറമി ഫ്രിംപോങ്. ഓൾസോ So, ലിയാം ഇപ്പൊ ഡെലാപ്പ് സിറ്റിക്ക് പല പ്രശ്നങ്ങളും വരുന്നു. സിറ്റീസ് അക്കാഡമി സോ ഗുഡ്. ലൈക്ക് ഏറ്റവും ടോപ്പ് ചെൽസി ആണെങ്കിൽ സെക്കൻഡറി ഇപ്പോൾ സിറ്റി ആണെന്നാണ് എൻ്റെ വിശ്വാസം, അക്കാഡമി നോക്കുകയാണെങ്കിൽ. പക്ഷേ അല്ല ഇന്നത്തെ കളി നീ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ കൊണ്ടുവന്നിട്ടുള്ള പ്ലെയേഴ്സും ഈ നിക്കോ ഗോൺസാലസ് ഒഴികെ ആ ഡിഫൻസ് കളിക്കുന്ന പുതിയ ചെക്കനുണ്ടല്ലോ, എന്താ പിന്നെ കോഷ്നിക്കോവാ, കുസനോ, കുസനോവും റിക്കോ ലൂയിസും നല്ല അടിപൊളിയായി കളിച്ചു. യെസ്, നല്ല കളിയായിരുന്നു. ചെക്കൻ നന്നായി കളിച്ചു കേട്ടോ. റിക്കോ ലൂയിസ് സെന്ററിൽ അടിപൊളിയായിട്ട് കളിച്ചു. സോ അവർക്ക് ഇത് തന്നെയാണ് പ്രശ്നം, ആ ഏജ്ഡ് സ്ക്വാഡിനെ ഒഴിവാക്കിയിട്ട്. ഈവൻ വിങ്ങിലും ആൾക്കാർ കളിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ ഇപ്പോൾ ജെറമി ഡോക്കോ ആണെങ്കിലും 13 ഡ്രിബിൾ പാസ് അർണോൾഡിനായിട്ടുണ്ട്. ഒരു ബെറ്റർ ഡിഫൻഡർ ആണെങ്കിൽ ചിലപ്പോൾ അത് വരില്ല, ബട്ട് ഈവൻ ദെൻ ഹീസ് ഏബിൾ ടു ടേക്ക് ഓൺ ഡിഫൻഡേഴ്സ്, ബട്ട് ഹീസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ റൈറ്റ് പാസ് അറ്റ് ദി എൻഡ്. ആ തല താത്തി കളിക്കുന്ന പ്രശ്നം, തല പൊക്കിയിട്ട് ആളെ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഈവൻ സാവിനിക്കോ ആണെങ്കിൽ ആ ലിങ്ക് പ്ലേയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ദേ ആർ സോ ഗുഡ് അറ്റ് ദ ബോൾ ഇൻ ഡ്രിബ്ലിംഗ് ആൻഡ് ഓൾ, ബട്ട് ആ ഒരു ഫൈനൽ പാസിലേക്ക് അത്ര അതൊരു അത് ഇമ്പ്രൂവ് ആവട്ടെ, അതൊരു കെമിസ്ട്രി ഇഷ്യൂ മാത്രമാണ്. ആൻഡ് ബിക്കോസ് ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. ഈ കഴിഞ്ഞ മാച്ച് പെപ്പ് ഇസ് എ വെരി പൊസിഷണൽ ലൈക്ക് മാസ്റ്റർ മൈൻഡ്. ഹി യൂഷ്വലി ഹാസ് എ പൊസിഷണൽ ഐഡിയ ഓഫ് ഹൗ സ്പേസസ് ആർ, ആരൊക്കെ എന്ത് സ്പേസ് ഓക്യുപ്പൈ ചെയ്യണം, എങ്ങനെ പോകണം. ക്ലിയർലി ഒരു പൊസിഷണൽ മാനേജറാണ്. ബട്ട് പെപ്പ് ട്രൈ ടു ഇൻവെന്റ് സംതിങ്, ലൈക്ക് ഇൻവെന്റ് അല്ല, അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇന്ന് ഈ കഴിഞ്ഞ കളിയിൽ അത് വളരെ വ്യക്തമായിരുന്നു ദാറ്റ് ഹി വാണ്ടഡ് ടു അഡോപ്റ്റ് ഡിഫറെന്റ് ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ. മേ ബി ഹാളൻഡ് ഇല്ലാത്തതിൻ്റെയും ഒക്കെ കൊണ്ട് തന്നെ അങ്ങേര് ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം ബിക്കോസ് നൗ ദർ ആർ നോ ടൈറ്റിൽ ചാൻസസ്, സോ ഹി ജസ്റ്റ് ഹാസ് ടു ലുക്ക് ഫോർ ടോപ്പ് 4. സോ ഹി ഹാസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ വളരെ പൊസിഷണൽ സിസ്റ്റം ആയിരുന്നില്ല, യൂഷ്വൽ പെപ്പ് സിസ്റ്റം പോലെ. എനിക്ക് കുറച്ചും കൂടെ റിലേഷണൽ ആയി തോന്നി. ലൈക്ക് റിലേഷണൽ ഇൻ ദ സെൻസ് ഇപ്പൊ ഈ ഹാൻസി ഫ്ലിക്ക് ഒക്കെ കളിക്കുന്ന പോലെ. ഹാൻസി ഫ്ലിക്കിന്റെ റിലേഷണൽ സിസ്റ്റംസ് ആണല്ലോ, റൺസും ഓരോ പ്ലേയേഴ്സ് തമ്മിലുള്ള മൂവ്മെന്റ്സും ഒക്കെ. സോ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ ആകെ വരുന്ന ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് തമ്മിൽ പ്ലേയേഴ്സ് തമ്മിലുള്ള കണക്ട് കറക്റ്റ് ആയിരിക്കണം. ആ സിങ്ക് ഇല്ല. ഇപ്പൊ ഒരു അറ്റാക്കിംഗ് സീക്വൻസ് ഉണ്ടായിരുന്നു, മാർമൂഷ് ഓഫ് സൈഡ് ആയത്. അവിടെ എന്താ ഒരു മാർമൂഷ് ഡിഫറെന്റ് ആയി ചെയ്ത എന്താണെന്നറിയോ? മാർമൂഷ് ഇസ് എ വെരി ഇന്റലിജന്റ് പ്ലെയർ. ലൈക്ക് ഞാൻ ആ റണ്ണ് പ്രത്യേകം ലൈക്ക് ഇങ്ങോട്ട് അവൻ കേറി വന്നു. യൂഷ്വലി എന്താന്ന് വെച്ചപ്പോ ഹാളൻഡോ ആരെങ്കിലും ആണെങ്കിൽ ഹി വിൽ ഗോ ഫോർ ദ സ്ട്രേറ്റ് റൺ ബിക്കോസ് ഈസ് എ സ്ട്രൈക്കർ. ബട്ട് മാർമൂഷ് നോസ് ദാറ്റ് സ്പേസ് ഇസ് ഓവർ ടു ദ റൈറ്റ്, ആൻഡ് അത് പ്രെഡിക്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്. ലൈക്ക് കൊണാറ്റയ്ക്ക് അത് കവർ ചെയ്യാൻ പറ്റില്ല. വെർജിൽ മേ നോട്ട് സീ ദാറ്റ് റൺ ബിക്കോസ് ഹി ഈസ് ഫോക്കസിങ് ഓൺ ദ ഫോർഡനോ ആരോ ആയിരുന്നു മിഡ്ഫീൽഡ് അപ്പൊ ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു. മാർമോഷിന്റെ കളി വരുമ്പോ കാണുമ്പോ ഇറ്റ്സ് ഈസ് ദ നെക്സ്റ്റ് സാല, ലൈക്ക് റിയലി ദ നെക്സ്റ്റ് ഈജിപ്ഷ്യൻ ടു ബ്രേക്ക്. So I think കളി കാണുമ്പോൾ എനിക്ക് click. നെക്സ്റ്റ് സീസൺ അല്ലടാ, മാർമൂഷിനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്ന ആരാ അറിയോ? പണ്ട് സുവാറസ് ലിവർപൂളിൽ വന്നപ്പോ എങ്ങനെയായിരുന്നു ആ മോശമായ ഒരു ലിവർപൂളില് സുവാറസ് വന്നപ്പോ എടുക്കുന്ന റൺസും, സുവാറസിന്റെ അത്ര അടിപൊളിയാണെന്നല്ല, സുവാറസ് വാസ് നെക്സ്റ്റ് ലെവൽ. കളിച്ച റോള് പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആ റൺസും അവന്റെ മൂവ്മെന്റും ലൈക്ക് ജനറലി അവൻ എടുക്കുന്ന ഷോട്ട്സും, ലൈക്ക് ഹീസ് എ വെരി എലീറ്റ് ഫിനിഷർ. എനിക്ക് ആ സുവാറസിനെ പോലെ എനിക്ക് തോന്നി കളി കാണും. ആൻഡ് യാ ഓഫ് കോഴ്സ്, ഐ മീൻ ലാസ്റ്റ് ജാനുവരിയിൽ ഏറ്റവും കൂടുതൽ ഈ
കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ജാനുവരി ആണോ ഫെബ്രുവരി ആണോ എന്നറിയില്ല, ഏറ്റവും കൂടുതൽ ഗോൾസ് അടിച്ച പ്ലെയർ മാർമൂഷ് ആണ്. ബിക്കോസ് ഇൻ ബുണ്ടസ് ലീഗ ഹി ഈസ് ഓൾറെഡി ലൈക്ക് ജസ്റ്റ് 1 goal ബിഹൈൻഡ് ഹാരി കെയ്ൻ ഫോർ ദ ടോപ്പ് സ്കോറർ സ്പോട്ട്. ആൻഡ് ദെൻ ഹി കെയിം ടു അവൻ സിറ്റി. പ്രീമിയർ ലീഗ് ഒന്ന് കുലുക്കും ഭാവിയിൽ. ഉറപ്പാണ്. ബട്ട് ഹി നീഡ്സ് ഹാളൻഡ്. കാരണം ഹാളൻഡ് ആ സെന്റർ ബാക്സിനെ ഡ്രാഗ് ചെയ്യുമ്പോഴാണ് അവന് സ്പേസ് ആവശ്യമുള്ള ഒരു player. കളിയാകും. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ ഫോർഡനും ഇവനെ കൂടി ഒരുമിച്ച് നിന്നിട്ട് ആകെ ഫോർഡൻ ഫോർഡൻ വളരെ weak ആണ്. അവന് സ്യൂട്ട് ആവുന്നില്ല. ഫോർഡൻ ഈ കളിച്ച സീസൺ false nine വളരെ അവന് suit മോശമായിരുന്നു ആക്ച്വലി. റൈറ്റ്, ഈ സീസൺ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടും ആ പണ്ടത്തെ സീസണിന്റെ ആ ഒരു ക്ലിക്ക് വന്നില്ല. ഫോർഡൻ വാസ് സപ്പോസ് ടു ബി ദ ഫേസ് ഓഫ് മാൻ സിറ്റി ലൈക്ക് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബിഫോർ. He will. I think he will. കാരണം obviously he has the ability, talent എല്ലാം ഉണ്ട്. അവന്റെ പൊസിഷനിൽ, അവന്റെ ബെസ്റ്റ് പൊസിഷനിൽ കളിക്കുമ്പോഴാണ് അവൻ ഏറ്റവും ഷൈൻ ചെയ്യുക. അത് മാത്രമേ അവന്റെ ഒരു പ്രശ്നമുള്ളൂ. ആൻഡ് വൺസ് ഹി ഫൈൻ ഹീസ് ലൈക്ക് കോൾ പാമർ. ലൈക്ക് ആ ഒരു സ്ട്രീക്ക് അവന് തുടങ്ങി അവൻ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലെയർ ആണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതൊക്കെ കാരണം ഹാളൻഡ് ഇസ് കീ. കാരണം ഹാളൻഡ് കുറെ സ്പേസ് കൊടുക്കും ഈ ബാക്കിയുള്ള പ്ലേയേഴ്സിന്. അത് മിസ്സിംഗ് ആണ് ഇപ്പോൾ. ഐ തിങ്ക് വൺസ് ഹാളൻഡ് ഇസ് ബാക്ക്, ഐ തിങ്ക് ദേ വിൽ സ്റ്റാർട്ട് ക്ലിക്കിംഗ് അഗൈൻ, അറ്റ്ലീസ്റ്റ് ഇൻ അറ്റാക്ക്. ഡിഫെൻസ് ഇസ് എ ഡിഫറെൻറ്റ് ടോപ്പിക് ഓവറോൾ. എഡർസൺ ഓൾസോ ഐ തിങ്ക് അവൻ ഓൾമോസ്റ്റ് പോവാൻ സമയം. അസിസ്റ്റ് ഒക്കെ ഉണ്ട്, എനിക്കറിയാം. ഇപ്പോൾ അതൊക്കെ കമൻസിൽ വന്നിടണ്ട. ബട്ട് ആസ് എ ഗോൾ കീപ്പർ ഹൂ ഷുഡ് ഡു ഹിസ് ജോബ്, ഇറ്റ്സ് ടൈം ഐ തിങ്ക് ഫോർ ഈവൻ എഡർസൺ ടു ലീവ്. ഒരു റീവാമ്പ് വേണം. I think that's it in the Premier League side, right? ന്യൂ കാസിൽ നോട്ടിംഗം നീ എന്തോ പറയണം പറഞ്ഞില്ലേ ടിൻഡു എന്ന്? അല്ല, അവർ 4-3 ജയിച്ചു എന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞു, കരയിട്ടില്ല. മെയിൻ മാച്ചസ് ലൈക്ക് 4-3 ന്യൂ കാസിൽ 4-3 ജയിച്ചു. അതേപോലെ ബോൺമൗത്ത് 0-1 തോറ്റു. ആ കളിയിൽ അതിനെ വെള്ളം കുടിച്ചിക്കണ്. ഫുൾഹാം ക്രിസ്റ്റൽ അതിനെ വെള്ളം കുടിച്ചിക്കണ് ഫസ്റ്റ് ഹാഫ് ന്യൂകാസിനെതിരെ. അല്ലാ, ഓ ആ വിങ്ങില് ചത്തിക്കണ അതിനെ, ആ ഗോർഡനും മറ്റേ ഓവർലാപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സും കൂടിയിട്ട് കൊന്നിക്കണ അതിനെ. വില്ലക്കല്ല, വില്ലക്ക്. ഓ നന്നായിട്ട് അറ്റാക്ക് ചെയ്തവര്. പക്ഷെ അവർ സെക്കൻഡ് ഹാഫിൽ ആ ഒരു തിരിച്ചു വരുമ്പോൾ ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു നൂനോ എസ്പിരിറ്റോ സാന്റോസ്. അങ്ങനെ ഒരു ലെവലിലേക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റി. 4-3 ആ പേപ്പർ നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ അത്ര പ്രശ്നം സെക്കൻഡിൽ തോന്നൂല. കാരണം ഫസ്റ്റ് ഹാഫ് ഭയങ്കര മോശമായിരുന്നു നോട്ടിന്. സെക്കൻഡ് ഹാഫിൽ ന്യൂ കാസിൽ മിസ്റ്റേക്ക് ചെയ്യാൻ തുടങ്ങി. ഡാൻ ബേൺ ഒക്കെ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആണോ എന്താണെന്നറിയില്ല. ഹി വാസ് മേക്കിംഗ് മിസ്റ്റേക്സ് ആൻഡ് അവർ തന്നെ പാസ്സൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു നോട്ടിംഗമിന്. എനിവേസ്, ബട്ട് ഇസാക്ക് ഈസ് ദ ടോപ്പ് 10 ഫാസ്റ്റസ്റ്റ് 50 പ്രീമിയർ ലീഗ് ഗോൾസിലുള്ള പ്ലേയേഴ്സിൽ ഐ തിങ്ക് ഇസാക്കും എത്തി ഇൻ ലൈക്ക് 76 games or something. So ഇസാക്ക് സ്വീഡിഷ് അല്ലേ? സ്വീഡിഷ്. ഗ്യോക്കറസും സ്വീഡിഷ് അല്ലേ? അതെ. യെസ്. സ്ലാത്താൻ കളിക്കുന്നുണ്ടോ അടുത്ത വേൾഡ് കപ്പ്? സ്ലാത്താൻ ഓ പ്ലോമോ. ലാറ്റാൻ മൂത്താപ്പേ ഉണ്ടാവും എല്ലാവർക്കും. ഇനി ഗ്യോക്കറസിനെ യുണൈറ്റഡ്ക്ക് വെറുതെ കൊണ്ടുവരാന്ന് പറഞ്ഞാലും വരില്ല. ബട്ട് ദേ നീഡ് ഗ്യോക്കറസ്. ശരിക്കും ആ ഒരു ടാർഗറ്റ് മാൻ അവർക്ക് രണ്ടുപേരുണ്ട്. എൻ്റെ അമ്മേ. ബട്ട് ഐ തിങ്ക് ഹിൽ ഫൈൻഡ് എ സൊല്യൂഷൻ ഇവൻച്വലി. എന്തെങ്കിലും കണ്ടുപിടിക്കണ്ടേ? എന്തായാലും റെലഗേറ്റ് ആവില്ല. കാരണം ഇപ്സ്വിച്ച് 17 പോയിന്റോ മറ്റെയാണ്, മാൻ യുണൈറ്റഡിന് 30 ഉണ്ട്. ഇപ്പോൾ എത്ര താഴെ പോയാലും എനിക്ക് തോന്നുന്നില്ല റെലഗേറ്റ് ആവുന്നു. സോ ദേ ഹാവ് ടു ഫോർഗെറ്റ് അബൌട്ട് ദിസ് സീസൺ. എവർട്ടൺ അണ്ടർ ഡേവിഡ് മോയസ് അറ്റാക്കിംഗ് ആയി. റൈറ്റ്, അറ്റാക്കിൽ ഇംപ്രൂവ് ചെയ്തു അവര്. മറ്റേ എന്താ എന്റെ പേര്, ഷോൺ ഡേഷിനെ പോലെ എന്താ പറയാ, ലോ ബ്ലോക്ക് കളിച്ച് ഡയറക്റ്റ് ഫുട്ബോള്, ലോങ് ബോൾ ടു ദ ടാർഗറ്റ് മാൻ, അതല്ല കളി. ബെറ്റോനെയും ഡോക്കോറോനെയും നിർത്തിയിട്ട് അവിടെ ഒരു പവർ സ്ട്രഗിൾ നടത്തും ഫ്രണ്ടിൽ അവര്. ഇറ്റ്സ് ലൈക്ക് ക്വൈറ്റ് നൈസ് ടു വാച്ച്. ലൈക്ക് നീ പറഞ്ഞ പോലെ അത്ര എക്സൈറ്റിംഗ് പ്ലേയേഴ്സ് അല്ല, ബട്ട് ദേ ഡു ദ ജോബ്. എടാ ഇതാണ് ഡേവിഡ് മോയ്സിന് കറക്റ്റ് അറിയാം. ചില മാനേജേഴ്സിന് ചില പ്ലേയേഴ്സിന്റെ സ്ട്രെങ്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാം.
മനസ്സിലായി. അതാണ് അവരുടെ വേൾഡ് ക്ലാസ് മാനേജേഴ്സ് ഒക്കെ. എനിക്ക് ആ ഒരു സാധനം അമോറിമിൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം അവന് ചിലപ്പോൾ ആ ഒരു സ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്ലേയേഴ്സിനെ വെച്ച് നല്ല രീതിക്ക് മാൻചെസ്റ്റർ യുണൈറ്റഡിനെ കൊണ്ടുവരായിരുന്നു. ഈവൻ സ്ലോട്ട് ആ രീതിയിൽ എക്സെപ്ഷൻ ആണ്. കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല ഈ സിസ്റ്റം വെച്ചിട്ട് അവർക്ക് ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് അവന് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കൊണ്ടുവരും. സോ അതാണ് ഒരു വേൾഡ് ക്ലാസ് മാനേജറിനെയും ഒരു നോർമൽ മാനേജറിനെയും ഡിഫറെന്റ് ആക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിൽ ഡേവിഡ് മോയ്സിന്റെ കാര്യം, എവർട്ടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആഡ് ചെയ്യണം. ഓഫ് കോഴ്സ്, ഐ മീൻ ഡേവിഡ് മോയ്സ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ഒരു മാനേജറാണ്. ആയതും എവർട്ടൺ ഐ തിങ്ക് വാസ് ഹിസ് ഫസ്റ്റ് പ്രീമിയർ ക്ലബ്. ആദ്യം അങ്ങേര് മാനേജ് ചെയ്ത പ്രീമിയർ ക്ലബ്ബ് എവർട്ടൺ ആയിരുന്നു. ഐ മീൻ അന്ന് കുറേ കാലം മുമ്പ് ഐ തിങ്ക് ആർട്ടറ്റയൊക്കെ അന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഡിഫെൻസിലൊക്കെ. ഹി യൂസ് ടു പ്ലേ ഇൻ എ സിമിലർ ഡിഫെൻസീവ് പ്രൊഫൈൽ. അത് ആൻഡ് ഐ തിങ്ക് ഡേവിഡ് മോയ്സിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, അഗെയിൻ നമ്മൾ ഈ പോട്ടറിനെയൊക്കെ പറഞ്ഞ പോലെ ഹി പേസ് അറ്റൻഷൻ ടു ദ ഓപ്പോസിഷൻ. ലൈക്ക് അങ്ങനെ വെറുതെ പോയിട്ട് എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ഇതേ കളിക്കുള്ളൂ, ഇതാണ് എനിക്ക്, ഇങ്ങനെയാണ് എൻ്റെ ടീം കളിക്കണമെന്ന് എനിക്ക് കാണണ്ട് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ആ ഒരു ഫിലോസഫിക്ക് അടിമയാവുന്ന ടൈപ്പ് ഒരു മാനേജർ അല്ല. ഹീസ് മോർ പ്രാഗ്മാറ്റിക്. ആൻഡ് ഈവൻ സ്ലോട്ട് ആണെങ്കിലും ഒക്കെ ഐ തിങ്ക് ഇൻ ടുഡേസ് ഫുട്ബോൾ യു നീഡ് ടു ബി പ്രാഗ്മാറ്റിക് ടു സം എക്സ്റ്റെൻറ്റ്, എസ്പെഷ്യലി അറ്റ് എ കോമ്പറ്റീറ്റീവ് ലെവൽ, ബിക്കോസ് റിസൾട്ട്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും ഗോളും റിസൾട്ട്, അല്ലാണ്ട് വെറുതെ കളി കാണാൻ കുറേ രസമുണ്ടായിട്ട് ഫാൻസിന് അതുകൊണ്ട് ഫാൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഐ തിങ്ക് ആഞ്ച് പോസ്റ്റെക്കോഗ്ലു ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ഓക്കെ, ഇനി വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യത്തിലേക്ക് പോവാം. നമുക്ക് പ്രീമിയർ ലീഗ് ഒരുപാട് സംസാരിച്ചു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് UCL ക്വാർട്ടർ ഫൈനൽ ഡ്രോ, അല്ല റൗണ്ട് ഓഫ് 16 ഡ്രോസ്. ഓക്കെ, കുറച്ച് പ്രഡിക്ഷൻസിനുള്ള സമയമായിരിക്കും. ലിവർപൂൾ PSG അല്ലേ? ഞാനിതുവരെ ഡ്രോ ഒന്നും നോക്കിയിട്ടില്ലടാ. ലിവർപൂൾ PSG, ബാർസലോണ, ബെൻഫിക്ക, റയൽ മാഡ്രിഡ് ആർസണലിനായിട്ട് കളിക്കും. റിയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് കളിക്കും. പാരീസ് സെയിന്റ് ജർമ്മൻ ലിവർപൂളിനായിട്ട് കളിക്കും. ക്ലബ് ബ്രൂഗെ ആസ്റ്റൺ വില്ലനായിട്ട് കളിക്കും. ബെനഫിക്ക ബാഴ്സലോണ, ഡോർട്ട്മുണ്ട് ലിലെ, ബയർ മ്യൂണിച്ച് ലെവർക്യൂസൺ, ഫെയർനൂർഡ് ആൻഡ് ഇന്റർ മിലാൻ. തന്നെയാണല്ലോ കളിക്കുന്നത്. ബെൻഫിക്ക ബാർസലോണ ഓൾറെഡി, PSG ആർസണൽ ഓൾറെഡി കളിച്ചിട്ടുണ്ട്. ആ കംബാക്ക് കളി പോലെ. എന്റെ മോനെ ബാർസലോണയെ വെള്ളം കുടിപ്പിച്ചായിരുന്നു ബെൻഫിക്ക. അവര് 3 ഗോള് ലീഡൊക്കെ ഉണ്ടായി, 3-0. എന്നിട്ട് 4-3 തിരിച്ചു വന്നു. അവസാനം കംബാക്ക് ഒക്കെ. അതേപോലെ നീയും തയ്ച്ചു വെച്ച പറയണ്ട, PSG നല്ല കളിയാ, അറ്റാക്ക്. എന്താ ലിവർപൂൾ മോശാണെന്നല്ല, അത്ര എളുപ്പമായിരിക്കില്ല പറഞ്ഞേ. എളുപ്പമായിരിക്കില്ല, കാരണം ലിവർപൂളിന് പ്രത്യേകിച്ച് ഫിക്സ്ചർ കൺജഷൻ എല്ലാം ഉണ്ട് അല്ലേ. അടുപ്പിച്ച് അവർക്ക് കുറെ കളികളുണ്ട് അല്ലേ. ഇല്ല, ഇത് മറ്റേ ഇപ്പൊ FA കപ്പ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ വലിയ സീൻ ഇല്ല. ഈ ഫൈനൽ മാത്രമേ ഉള്ളൂ. ഓ ശരിയാ, FA കപ്പിന്ന് പുറത്തായില്ലേ. 29 തീയതി ഫൈനൽ മാത്രമേ ഉള്ളൂടാ EPL. ഓക്കെ EPL അല്ല, EFL. സോ ഇത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രഡിക്ഷൻസ് നമുക്ക് നടത്താം. എനിക്ക് തോന്നുന്നു PSV ആർസണൽ ഒബ്വിയസ്ലി ജയിക്കാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. സോ ആർസണൽ വേഴ്സസ് റിയൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? PSV ആർസണൽ ഫസ്റ്റ് മാച്ച് ഐ തിങ്ക് PSG ജയിക്കും. നീ ഫൈനൽ വിന്നറിനെ പറയണ. ആർസണൽ ലെഗും കൂടെ ചേർത്തൊക്കെ പറയാൻ നല്ല കഷ്ടമാണ്. ആർസണലിന്റെ അറ്റാക്കേഴ്സ് ആർക്ക് വരാനുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനിങ്ങനെ ചുമ്മാ അങ്ങ് പ്രഡിക്റ്റ് ചെയ്തിട്ട് ഫൈനൽ ആര് ജയിക്കും എന്ന് പറയാനോട് പോവാ. അതുപോലെ നിങ്ങളൊക്കെ പറയണം. ഓക്കെ. PSV ആർസണൽ കയറും. റിയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് കയറും. സോ ആർസണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. പാരീസ് ലിവർപൂൾ ഒബ്വിയസ്ലി ലിവർപൂൾ കയറും. ക്ലബ് ബ്രൂഗെ ആസ്റ്റൺ വില്ല ഒബ്വിയസ്ലി ആസ്റ്റൺ വില്ല കയറും. ആൻഡ് ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല, ഇൻട്രസ്റ്റിംഗ് ക്വാർട്ടർ ഫൈനൽസ്. ആൻഡ് ബെനഫിക്ക ബാഴ്സലോണ കയറും. ഡോർട്ട്മുണ്ട് ലിലെ ഡോർട്ട്മുണ്ട് കയറും. ബയർ മ്യൂണിക്ക് ലെവർകൂസൻ ബയർ മ്യൂണിക്ക് കയറും. ഫെയർനൂർഡ് ഇന്റർ മിലാൻ കയറും. ഓക്കെ, അതാണ് നമ്മുടെ ക്വാർട്ടർ ഫൈനൽ. ആർസണൽ വേഴ്സസ് അത്ലറ്റി ജയിക്കും. അത്ലറ്റി ടു സെമി ഫൈനൽസ്. ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല, ഒബ്വിയസ്ലി ലിവർപൂൾ ജയിക്കും. ലിവർപൂൾ ടു സെമി ഫൈനൽ. ബാഴ്സലോണ വേഴ്സസ് ഡോർട്ട്മുണ്ട്, ഒബ്വിയസ്ലി ബാഴ്സലോണ ജയിക്കും. ബാഴ്സലോണ ടു സെമി ഫൈനൽ. ഇന്റർ മിലാൻ വേഴ്സസ് ബയർ മ്യൂണിക്ക്, അതിൽ 50-50. ഞാൻ ഇപ്പോൾ വെറുതെ ബയർ മ്യൂണിക്ക് അല്ല ഇന്റർ മിലാൻ പിടിക്കാം. ഇന്റർ മിലാൻ വേഴ്സസ് ബയർ മ്യൂണിക്ക് ഇന്റർ മിലാൻ പിടിച്ചു. അപ്പൊ ഇന്റർ മിലാൻ വേഴ്സസ് ബാഴ്സലോണ സെമി, അതിൽ ബാഴ്സലോണ ജയിക്കും. ബാഴ്സലോണ ടു ഫൈനൽ.
ശ്രദ്ധിക്കണം, ഇനിയാണ് കളി. ലിവർപൂൾ വേഴ്സസ് അത്ലറ്റിക്കോ ബാർസലോണ. മാഡ്രിഡ്. ആര് ജയിക്കും? ലിവർപൂൾ ജയിക്കും. ലിവർപൂൾ വേഴ്സസ് ബാർസലോണ ഫൈനൽ, എല്ലാവരും ആഗ്രഹിച്ച ഫൈനൽ. ലിവർപൂൾ ജയിക്കും. എല്ലാരും അല്ല, നീ മാത്രം ആഗ്രഹിച്ച ഫൈനൽ. അങ്ങനെ പറഞ്ഞാ മതി നീ. എല്ലാരും ആഗ്രഹിച്ച ഫൈനൽ. അടിപൊളി. ഇതാണ് മാനെ പ്രൊഡിക്ഷൻ. നല്ല പ്രഡിക്ഷൻ. അടുത്ത പ്രഡിക്ഷൻ ഓമ്പിയ പ്രഡിക്ഷൻ. അല്ല നീ പറയടാ. ഇനി നിന്റെ പ്രഡിക്ഷൻ കേൾക്കട്ടെ, നിങ്ങളുടെ പ്രഡിക്ഷൻ കേൾക്കട്ടെ. ഞാൻ പറയാം. ഇതൊന്നും എടുക്കട്ടെ. റിയൽ മാഡ്രിഡ് ജയിക്കും. ഇതാണോ നിന്റെ പ്രഡിക്ഷൻ? വഴിയൊന്നും ഞാൻ പറയുന്നില്ല, റയൽ മാഡ്രിഡ് എടുക്കും. അല്ല ഞാൻ പറയാം. ഓക്കെ, ആർസണൽ PSG. ഓക്കെ, ആർസണൽ ജയിക്കും. കാരണം അപ്പോഴേക്കും ചിലപ്പോൾ സാക്കിയൊക്കെ വരുമായിരിക്കും. ഇന്റർ മിലാൻ വേഴ്സസ് ഫെയ്നോർഡ്, ഇന്റർ മിലാൻ തന്നെ ജയിക്കും. ബയൺ മ്യൂണിക് വേഴ്സസ് ലെവർക്യൂസൻ, ഐ തിങ്ക് ലെവർക്യൂസൻ ജയിക്കും. ഓക്കെ. ഡോട്ട്മണ്ട് ലിലെ, ഐ തിങ്ക് ലിലെ അല്ല വെയിറ്റ് ലിലെ. ആൻഡ് ദെൻ ബാർസ ബെൻഫിക്ക, ബാർസ ഒബ്വിയസ് ഐ തിങ്ക്. ഓക്കെ. ആൻഡ് റയൽ അത്ലറ്റി, അത് റയൽ തന്നെ ജയിക്കുള്ളൂ. ഓക്കെ. പാരീസ് ലിവർപൂൾ, പാരീസ് ലിവർപൂൾ, ലിവർപൂൾ. ഓക്കെ. താങ്ക് ഗോഡ്. ആസ്റ്റൺ വില്ല, ക്ലബ് ബ്രൂഗെ, ആസ്റ്റൺ വില്ല, ക്ലബ് ബ്രൂഗെ. ഐ തിങ്ക് ആസ്റ്റൺ വില്ല. ഓക്കെ. ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ്. പിന്നെ ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് ആണോ? അത് Quarter. പിന്നെ ഓക്കെ ശരിയാ. റയൽ മാഡ്രിഡ് ജയിക്കും. പിന്നെ Okay. ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല. ഓഹോ, അതിൽ നിനക്ക് ഡൗട്ടാ? PSG നീ ഡൗട്ട് അടിച്ചോ? ഇല്ല, ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല, ലിവർപൂൾ. Because it's UCL, I mean, yeah. And then Barca, Lille, Barca. Okay. Bayern versus Leverkusen? Inter. അല്ല നീ ലെവർകൂസനാ പറഞ്ഞേ. അല്ല സോറി, Leverkusen versus Inter അല്ലേ? Oh my god. I think Inter, yeah. Okay. And then it will be Inter versus Barca. Inter versus Barca. എന്താണെങ്കിലും പറഞ്ഞു തൊല. Inter. ബാർസ പൊട്ടും. Inter and ഫൈനൽസ്. Inter അപ്പോഴേക്ക് ഫൈനൽ എത്തിയോ? അതപ്പോ ലിവർപൂൾ ഇന്റർ മിലാൻ ഫൈനൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെ റിയൽ ആയില്ലേ? മാഡ്രിഡ്. ലിവർപൂൾ റിയൽ മാഡ്രിഡ്. അത് പിന്നെ റിയലേ ജയിക്കുള്ളൂ. Then റയൽ ഇന്റർ ഞങ്ങൾ ജയിക്കും, ഗപ്പടിക്കും. എന്നിട്ട് മോഡ്രിച്ചിന് ഞങ്ങളൊരു നല്ല അടിപൊളി. എടാ ഞാൻ പറഞ്ഞില്ല എന്താടാ, അത്ര അൺറിയലിസ്റ്റിക് ആയി ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ അൺറിയലിസ്റ്റിക് ആണോ? നിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഓക്കെ. എന്നിട്ട് ഇൻഡു പറ. ആർസണല്, അത്ലറ്റിക്കോ, ലിവർപൂള്. അതൊക്കെ ഓക്കെ. ആർസണൽ, അത്ലറ്റിക്കോ, ലിവർപൂൾ. ഓക്കെ. അവൻ വരെ അത്ലറ്റിക്കോ പറഞ്ഞു. റിയൽ മാഡ്രിഡ് തോക്കുന്ന പറഞ്ഞു. പറ. അയ്യോ സോറി, തെറ്റിപ്പോയതാ. ആർസണല്, റയൽ മാഡ്രിഡ് മാറിപ്പോയതാ. തെറ്റിപ്പോയതാ. റയൽ മാഡ്രിഡ് ജയിക്കൂടാ. ആർസണല്, റയൽ മാഡ്രിഡ്. കാരണം റയൽ മാഡ്രിഡ് അറ്റാക്ക് ഇപ്പൊ ലിവർപൂൾ എല്ലാരും ഫുൾ പ്ലേയേഴ്സ് ആകുമ്പോൾ സെറ്റ് ആവും. പാരീസ്, ലിവർപൂള് ജയിക്കുമായിരിക്കും. ലിവർപൂള് പറയാം. അങ്ങനല്ല, നീ കൺഫേം ആയിട്ട് പറ. അതാണ് പ്രഡിക്ഷൻ. ലിവർപൂള് പ്രോബബിലിറ്റി കൂടുതലുള്ളതല്ല പറയുന്നത്. അവൻ ഇട്ട ജേഴ്സി കണ്ടില്ലടാ നീ, അവൻ സത്യം പറയുന്നു. ഓക്കെ. ലിവർപൂൾ. അത് പിന്നെ എന്താ സംശയം? ലിവർപൂള്, ക്ലബ് ബ്രൂഗെ, ആസ്റ്റൺ വില്ല. പിന്നെ ബെൻഫിക്ക, ബാർസലോണ. ഡോട്ട്മണ്ട്, ലില്ലെ. ഡോട്ട്മണ്ട് ഇപ്പൊ എങ്ങനെ കളിയൊക്കെ? ഡോട്ട്മണ്ട് ടേബിളിലൊക്കെ എത്ര ആതാ? ഞാനൊന്നും കാണാറില്ല. മോശ. ലില്ലെ നല്ലതാണോ ഇപ്പൊ കളി? ഇതൊരു 50-50 ആണ്. അത്യാവശ്യം നല്ല കളിയാണ്. കുഴപ്പമില്ല. ലില്ലെ, ബയൺ മ്യൂണിക്ക്, ലെവർകൂസൻ ബയേൺ, ഫെയ്നോർഡ്, ഇന്റർ. സോ ക്വാർട്ടർ ഫൈനലില് ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ്. ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല, ലിവർപൂള്. ഇവിടെ ബാർസലോണ,
വേഴ്സസ് ആരാണ് ഹില്ലിലെ ബാർസലോണ. ബയേൺ വേഴ്സസ് ഇന്റർ, അത് ഇന്റർ ആവും. പിന്നെ ബാർസലോണ വേഴ്സസ് ഇന്റർ, ബാർസലോണ. ഇപ്പുറം റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ, അത് റയൽ മാഡ്രിഡ്. ഫൈനൽ എൽ ക്ലാസിക്കോ, അത് ബാർസലോണ. നീയോ അതെങ്ങനെയുണ്ട്? എവിടെ? അവൻ പേടിച്ചു ഓടി. അവൻ പോയോ? ഫൈനൽ എൽ ക്ലാസിക്കോ, നീ റയൽ അത് മാഡ്രിഡ് ബാർസലോണ. പറഞ്ഞോ? അത് ഓ റയൽ മാഡ്രിഡ്. ഓ ഓ, 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 അങ്ങനെ. അതെങ്ങനെയുണ്ട്? ഫൈനൽ എൽ ക്ലാസിക്കോ, അത് ബാർസലോണ ആയിരിക്കും. സാധനങ്ങളുണ്ട് 100% യോജിക്കണം. എടാ നിനക്കൊരു കാര്യം അറിയോ? അത്ലറ്റിക്കോനെ റയൽ മാഡ്രിഡിന്റെയും ബാർസയ്ക്കും എതിരെ ഈ ഒരു മാസ സമയത്തിനുള്ളിൽ ആ അത് ഞാൻ കേട്ടു. 6 തവണ കേട്ടു. 5-6 വട്ടം കളിക്കണം. മറ്റേ കപ്പല്ലേ? ഒന്ന് കോപ്പ ഡെൽ റേ, അത് ബാർസ. പിന്നെ ഞങ്ങളായി ചാമ്പ്യൻസ് ലീഗ്, പിന്നെ ലീഗില് ബാർസ എഗെയിൻ, പിന്നെ മറ്റേത് കോപ്പ ഡെൽ റേയുടെ ലെഗ് 2, സെക്കൻഡ് ലെഗ്. പിന്നെ ഞങ്ങളുടെ ലെഗ് 2, രണ്ടാമത്തെ. എനിക്ക് അത്ലറ്റിക്കോ കറന്റ് ലൈക്ക് നന്നായിട്ട് ഫോമിലാണെന്ന് തോന്നുന്നല്ലേ. ജൂലിയൻ ആൽവാരസ് ഒക്കെ നല്ല കളിയാന്ന് തോന്നുന്നു. ഗോൾ സ്കോറിങ് മീൻസ് കുഴപ്പമില്ലാത്തൊരു ടീമാണ്. അത്ര എളുപ്പമായിരിക്കില്ല. ബട്ട് പ്രശ്നം എന്താ അറിയോ, അവർ ഒരുപാട് റിസ്ക് എടുക്കില്ല. എനിക്കതാണ് അവരുടെ ഇഷ്ടമില്ലാത്ത കാര്യം. എത്ര ക്വാളിറ്റി പ്ലെയർ ഉണ്ടെങ്കിലും ഞാൻ വാക്ക് പറയുന്നില്ല, ആ സെമിയോണി, എത്ര പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും പേടിച്ച് കളിക്കും. ലൈക്ക് ഒരു ഗോള് കിട്ടിയാൽ മതി, പിന്നെ 10 പേരാ ബോക്സിന്റെ ഉള്ളിൽ. എനിക്കതാണ് ഇഷ്ടമില്ലാത്തത്. അതെന്താന്ന് മനസ്സിലാവും. അവരൊരു ടോപ്പ് ക്ലബ്ബാണ്. ഞാൻ UCL തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, അത്ലറ്റിക്കോന് UCL ഫൈനൽ എത്താൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു അടിപൊളി സ്ക്വാഡാണ് അവർ. അത്ര അടിപൊളി സൈനിങ്. ബട്ട് ഹി ഡസൻറ്റ് പ്ലേ ദാറ്റ് വേ. അപ്പം ഞങ്ങളൊക്കെ എന്താണ്, ഞങ്ങൾ പൊട്ടും. ബട്ട് ഞങ്ങൾ നല്ല എക്സൈറ്റിംഗ് ഫുട്ബോൾ കളിക്കും. ഞങ്ങളുടെ കളി കാണാൻ രസമാണ്, കാരണം ഞങ്ങൾ നന്നായി അറ്റാക്ക് ചെയ്യും. ഇപ്പൊ എല്ലാരും വന്നല്ലോ, നിങ്ങളെല്ലാ സ്ക്വാഡ് ഫുള്ള് റെഡി ആയല്ലേ. ബില്ലിംഗും എല്ലാരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ പ്രശ്നം ഡിഫെൻസീവ്ലി ഉള്ള ഇഷ്യൂസ് ആണ്. ബട്ട് അത് പറഞ്ഞിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കില്ല. ബട്ട് ഈ സീസൺ ഇൻ കേസ് അത്ലറ്റിക്കോ ലാലിഗയും അത്ലറ്റിക്കോ UCL ജയിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ജൂലിയൻ ആൽവാരസ് മാജിക്. അവൻ പോകുന്ന എല്ലാ ടീമും കപ്പടിക്കുവാണല്ലോടാ. അർജന്റീനയിൽ വന്നു, അർജന്റീന ഫസ്റ്റ് സീസൺ കപ്പ്, മാഞ്ചസ്റ്റർ സിറ്റി കപ്പ്, UCL, പ്രീമിയർ ലീഗ്. സത്യം. പക്ഷേ UCL ഇത്തിരി പാടാണ്, കാരണം ഞങ്ങളുടെ ബ്രാക്കറ്റ് നല്ല ടഫാണ്. ഈ ബാർസിലോണ ആ സൈഡിലുള്ള ടീംസിന് കുറച്ചും കൂടെ കുറച്ചും കൂടെ എളുപ്പമാണ്. ഓഫ് കോഴ്സ് ഇതെല്ലാം UCL എത്തിയ ടീംസാണ്, എല്ലാം അടിപൊളി ടീംസ് തന്നെയാണ്. ബട്ട് റിലേറ്റീവ്ലി ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ബ്രാക്കറ്റിലിപ്പോൾ ഇപ്പോൾ സപ്പോസ് അത്ലറ്റിക്കോ ആയി ഞങ്ങൾ ജയിച്ചു എന്ന് വെച്ചോളൂ, എന്നാലും ക്വാർട്ടർ ഫൈനലിൽ ഞങ്ങൾക്ക് വരണത് ആർസണൽ കഴിഞ്ഞാൽ പിന്നെ വരാൻ ചാൻസ് ലിവർപൂൾ, PSG അല്ലെങ്കിൽ ആസ്റ്റൺ വില്ല. ലൈക്ക് 3 ടോപ്പ് ക്ലബ്സ് ആണ്. സോ ബട്ട് അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് 50-50. ലൈക്ക് ഡോട്ട്മണ്ട് വരെയും കുഴപ്പമില്ല ബാർസയ്ക്ക്. അത് കഴിഞ്ഞിട്ടേ പിന്നെ ബയേണോ ഇന്ററോ ഫേസ് ചെയ്യണ്ടുള്ളൂ. ദാറ്റ് ഡസൻറ്റ് മീൻ ബെൻഫിക്ക അവരൊന്നും മോശമാണെന്നല്ല, ബട്ട് ഞാൻ ആ സ്ട്രെങ്ത് നോക്കുമ്പോൾ, റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുമ്പോൾ, അപ്പോൾ അതൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ സെയിം അപ്ലൈസ് ഫോർ അത്ലറ്റിക്കോ ഓൾസോ. അപ്പം ഞങ്ങളെ പൊട്ടിച്ചു എന്ന് വെച്ചോ, അത്ലറ്റിക്കോനും ഇതൊക്കെ കടന്നു പോകണം. അപ്പം അവരെങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള അനുസരിച്ചിരിക്കും. ആൻഡ് ഈ ഒരു ഇങ്ങനെ പിടിച്ച് കളിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ടീംസൊക്കെ ആയിട്ട് ജയിക്കാൻ പറ്റുന്നത്. നല്ലൊരു ഫ്ലൂയിഡ് അറ്റാക്ക് ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് ഹോമിൽ.
ചിലപ്പോ അവർ സോറി എനർജി ഗൈസ്, എന്റെ കൺസേർവ് നെറ്റ് അടിച്ചു പോയി. ചെയ്യാനായിരിക്കും. സിമിയോണി അങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു പണ്ട്. എന്റെ നെറ്റ് പോയോണ്ടാ. എന്തെന്ന് വെച്ചാൽ പ്ലേയേഴ്സിന്റെ എനർജി കൺസേർവ് ചെയ്യാനേ എന്റെ പ്രഡിക്ഷൻ കേട്ടായിരുന്നോ നല്ലോണം നീ? ടാക്ടിക്കലായത്. ആരാ ഫൈനൽ ജയിച്ചേ? ഫൈനൽ എന്താന്നറിയോ? ലിവർപൂളിനൊക്കെ സെമിയിലെ തട്ടി. ലിവർപൂളിന് ഞാൻ സെമിയിൽ തട്ടി. ഫൈനൽ എൽ ക്ലാസിക്കോ, അത് ബാർസലോണ ജയിക്കുന്നു. ഓ എടാ, അതുവരെ എത്താനുള്ള കെൽപ്പൊന്നും റിയൽ മാഡ്രിഡിന് ഇല്ലടാ. പറയാൻ പറ്റില്ല, നോക്കൗട്ട് സ്റ്റേജ് അല്ലേ, നോക്കൗട്ട് സ്റ്റേജിൽ അവന്മാർ ജയിക്കും. അവർ നോക്കൗട്ട് സ്റ്റേജ് കളിക്കാൻ വേണ്ടി മാത്രം ജയിച്ച ടീം. പക്ഷെ ഞങ്ങള് ക്വാളിഫൈ ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടെസ്റ്റ് ഓബ്വിയസ്ലി ലിവർപൂൾ ആയിരിക്കും. ലിവർപൂളും വരികയാണെങ്കിൽ. ബട്ട് യുവർ അറ്റാക്ക് ഈസ് ഗുഡ് റൈറ്റ് നൗ, ലൈക്ക് കിലിയൻ അത് എംബാപ്പെ സത്യം ഫോമിലാണ്. തന്നെയാ. സോ ഐ വോണ്ട് വെറി ടു മച്ച് ലൈക്ക് നിങ്ങളെ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ, ഇപ്പൊ വേറൊരു ഞങ്ങൾ ശരിക്കും കാര്യം. വെള്ളം കുടിക്കും. ഇപ്പൊ മറ്റേ ഞങ്ങൾ ശരിക്കും വെള്ളം കുടിക്കും ഇപ്പൊ കിട്ടുവാണെങ്കിൽ. ബെല്ലിംഗം ഇഷ്യൂ അല്ല, ഞങ്ങൾക്ക് റീസെന്റ് ഒരു വലിയ ഇഷ്യൂ ആയെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് അത്ലറ്റിക്കോന്റെ ഫസ്റ്റ് ലെഗിന് ബെല്ലിംഗം ഇല്ല, കാരണം ബെല്ലിംഗം സസ്പെൻഡ് ആയി. ആൻഡ് ലാലിഗയുടെ 2 മാച്ചസിനും ഐ തിങ്ക് റെഡ് കാർഡ് കിട്ടി, സസ്പെൻഷൻ. ആ റെഡ് കാർഡ് കിട്ടാൻ വേണ്ടിയുള്ള മെയിൻ കാരണം ബെല്ലിംഗം എന്തോ റെഫറീനെ നോക്കി ഫക്ക് ഓഫ് എന്ന് പറഞ്ഞു, അത് ഒഫെൻസീവായി എടുത്തു റെഫറി. സോ അല്ല, റെഫറി ഡിസെന്റിന്റെ ഫക്ക് യു പേരിൽ എന്ന് റെഡ് കേട്ടു, കോഡ്. ഇവൻ ഫക്ക് ഓഫ് എന്ന് പറഞ്ഞു. അതാട്ടായത്. ആ അത് അവന്റെ ഇംഗ്ലീഷിലുള്ള അങ്ങനെ വിദ്യാഭ്യാസ എന്തോ. കുറവ്. വിദ്യാഭ്യാസം കുറച്ച് അതിനേക്കാളും നിർത്തിയാൽ മതി. വലിയൊരു ഇഷ്യൂ ആയത് എന്താന്ന് വെച്ചാൽ, ഇത് പോയി അപ്പീൽ ചെയ്തു, എന്നിട്ട് ഞങ്ങളെ റിജക്ട് ചെയ്തു ലാലിഗ. ആൻഡ് ദെൻ ഐ തിങ്ക് തേബാസ്, ഹു ഇസ് ലാലിഗ പ്രസിഡന്റ്, ജാവിയർ തേബാസ് വാസ് ലൈക്ക്, അതും പബ്ലിക്കലി പറയുന്ന കാര്യമാണ് കേട്ടോ, അല്ലാണ്ട് ഇതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയി പറയുന്ന ഒരു കാര്യമാണ്. അതായത് റിയൽ മാഡ്രിഡ് ഇസ് ലൈക്ക് എ ക്രൈയിങ് ബേബി, ദേ ക്രൈ ഫോർ എവറി എന്താ ഡിസിഷൻ, അങ്ങനെ എന്തൊക്കെയോ. ലൈക്ക് ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഒരു രീതിയിൽ, ലൈക്ക് ഒരിക്കലും ഒരു ലാലിഗ പ്രസിഡന്റ് എന്നല്ല, ഏതൊരു അസോസിയേഷന്റെ പ്രസിഡന്റും ഒരു ക്ലബിനെയോ അല്ലെങ്കിൽ ഒരു നേഷനെയോ പറ്റിയോ പറയാൻ പാടില്ലാത്തൊരു രീതിയിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് വെരി വെരി അൺപ്രൊഫഷണൽ. ആൻഡ് ലാലിഗയിൽ ഞങ്ങൾക്ക് മാത്രമല്ല, പല മാച്ചസ് ഞാൻ കാണാറുണ്ട്, റെഫറിങ് വളരെ മോശമാണ്. റെഫറിങ് എനിക്ക് ഞാൻ ഫസ്റ്റൊക്കെ രമണനായിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ഡിഫെൻഡ് ചെയ്യാറുണ്ട്, ലാലിഗ ഈസ് സ്ലൈറ്റ്ലി ബെറ്റർ, ലൈക്ക് പ്രീമിയർ ലീഗിൻ്റെ അത്ര ബ്ലണ്ടേഴ്സ് ഒന്നും വരാറില്ല. ബട്ട് നൗ ഐ കാൺ ഡിഫെൻഡ് ദം, അത്രയ്ക്കും മോശമാണ്. ആൻഡ് ഇത് ബാർസയ്ക്കും വന്നിട്ട്, ഞാനിപ്പോൾ റിയൽ മാഡ്രിഡ് ബയസാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ബാർസ എന്തിന്? ഗെയിംസിലും ബാർസലോണ അവർക്കെതിരെയും മാത്രോ? അവർക്ക് അനുകൂലമായിട്ട്. ബാർസലോണ മാത്രമല്ല, നമ്മുടെ സ്വന്തം ഗോട്ടിന് വരെ ഫേസ് ചെയ്യേണ്ടി വന്നു ഈ സിറ്റുവേഷൻ. അതെ, എത്ര ചാൻസ് അറിയോ, എത്ര ഫാൻസ് ആണെന്നറിയോ, ചങ്ക് പൊട്ടി കരിഞ്ഞ്. അതെ, റയൽ മാഡ്രിഡ് അവിടെ ആശ്വസിച്ചിരിക്കുക. അല്ല, പക്ഷെ ഞങ്ങൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, അതും ഞാൻ പറയണല്ലോ, കാരണം അമ്മാരി കളിയാണ് അവൻ കളിക്കുന്നത്. അതെ, അപ്പോ ഗോട്ടിനെ വരെ ഡിസ്റെസ്പെക്ട് ചെയ്തു റെഫറീസ്. അതെ, അവൻ ചെറുതായി ഒന്ന് കാല് തട്ടി അവൻ വീണുപോയി. ബാക്ക് ടാക്കിളാണ്, യെല്ലോ കാർഡ് ഡിസേർവിംഗ് ആണ്, ബട്ട് ഡയറക്റ്റ് റെഡ് കാർഡ്. അത് അല്ല, പല പല കാര്യങ്ങളും ഇപ്പം ഞങ്ങൾക്കെതിരെയും ഇതേപോലെ ഒരു ടാക്കിളിന് ക്ലിയർ കട്ട് ഇതായിരുന്നു, ഫൗളായിരുന്നു, ഒന്നും കൊടുത്തില്ല. ഇൻഫാക്ട് റെഡ് കാർഡ് പൊട്ടൻഷ്യലുള്ള ഫൗൾ തന്നെയായിരുന്നു. കുറച്ച് മറ്റേ സ്റ്റഡ് കൊണ്ടിരുന്നു കാലിൽ. ഐ തിങ്ക് ചുവാമേനിക്കെതിരെയോ എന്തോ ആണ് ചെയ്തിരുന്നത്. ഒന്നും അത് റിവ്യൂ പോലും ചെയ്തില്ല. റെഫറി വാസ് ലൈക്ക് നോ റിവ്യൂ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ആൻഡ് പല ഫാൻസും അതിന് ശേഷം കണ്ടിട്ട്, ഒസാസുണ മാച്ചാണത്, അത് ഞങ്ങൾക്ക് ഡ്രോ ആയിപ്പോയി. ആ മാച്ച് ഒരു പക്ഷേ ആ കുറച്ച് ഈ ഡിസിഷൻസ് ഒന്നും അങ്ങനെ മോശമായി പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കും അതേപോലെ തന്നെ ഒസാസുണയ്ക്കും ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു, ഞങ്ങളുടെ സൈഡ് മാത്രമല്ല. അപ്പം അങ്ങനത്തെയൊക്കെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാണ്ട് ഈ വെറുതെ ഇങ്ങനത്തെ അലഗേഷൻസോ അല്ലെങ്കിൽ അസംഷൻസിന്റെ പേരിൽ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒപ്പീനിയൻസ് ഞങ്ങളുടെ മേലെ
കൊണ്ടുവരുന്നത് വളരെ ഒരു തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയും. അതുപോലെ ലാസ്റ്റ് അതാരും കളി ചെയ്യാൻ പാടില്ല. സോ ബാഴ്സലോണയുടെ ലാസ്റ്റ് കളിയിലും ഐ തിങ്ക് ലമിൻ യമാലിനെ ഒരു ഫൗൾ ചെയ്തായിരുന്നു. അവന്റെ എന്നിട്ട് എന്തോ കാലൊക്കെ കാല് ഇഞ്ചേർഡ് ചവിട്ടിയിട്ട് ആയിട്ട് ചോരയായിട്ടുള്ള ഒരു ഫോട്ടോ അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തായിരുന്നു. അതിനൊരു ഫൗളും ഉണ്ടായിരുന്നില്ല, ഒരു ഇതും ഉണ്ടായില്ല, റെമഡി ഉണ്ടായിരുന്നില്ല. സോ യാ, refereeing is quite poor right now. ആൻഡ് ഒബ്വിയസ്ലി ഞങ്ങളായതുകൊണ്ട് ജനറലി ഞങ്ങൾക്ക് ഹേറ്റേഴ്സ് കൂടുതലാണല്ലോ ഫാൻസ് ഉള്ളത് പോലെ തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ റെഫറിക്ക് പേയ്മെന്റ് ശരിക്കും പോയില്ല അങ്ങനെയൊക്കെ ആക്കാൻ തുടങ്ങി. ഇത് അങ്ങനെയല്ല, ഞാൻ ലൈക്ക് സീരിയസ് ആയിട്ട് കാര്യമായിട്ടാണ് പറയണത്. ഇത് ഫുട്ബോളിന് തന്നെ മോശമായ ഒരു കാര്യം, അല്ലാണ്ട് ഒരു ക്ലബിനോ അല്ലെങ്കിൽ ഒരു പ്ലെയറിനെയോ അങ്ങനെ മാത്രം ചൂണ്ടിക്കാണിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. ആൻഡ് ഐ തിങ്ക് ദിസ് ഷുഡ് ചേഞ്ച്. അങ്ങനെ ഒരാള് ലാലിക പ്രസിഡന്റ് ആയിരിക്കുന്നത് ശരിയല്ല. സത്യമായ കാര്യമാണ് അവൻ പറഞ്ഞത്, എങ്കിൽ കൂടി അൺപ്രൊഫഷണൽ ആണ്. കമോൺ മാൻ, ക്രൈ ബേബി ആറ്റിറ്റ്യൂഡ് റിയൽ മാഡ്രിഡ് കാണിക്കുന്നില്ലേ? നിനക്ക് തോന്നില്ല അത്? എടാ ഞാൻ പറയുന്നത് കാര്യം ഇത് Okay, റിയൽ it's മാഡ്രിഡിനെ unprofessional. പറ്റിയോ I അല്ലെങ്കിൽ agree റിയൽ with that. ഞാൻ Yeah. പറയുന്ന ജനറൽ ആറ്റിറ്റ്യൂഡ്. ബാർസലോണ ഗെയിംസ് എല്ലാത്തിലും ഇപ്പൊ ലമീൻ യമാലിനെ ചവിട്ടിയിട്ടത് ആ ചെക്കന് അത് ഫൗള് പോലും കൊടുത്തില്ല. ഓക്കെ, സോ ആക്സിഡന്റൽ ചവിട്ടൊക്കെ വീഴുന്നുണ്ട്, പക്ഷെ ഇത് വളരെ ഒബ്വിയസ് ആയിരുന്നു. അതല്ല, വേറെ പല കാര്യങ്ങളും ഞങ്ങൾ ഒസസോണയായി കളിച്ച മാച്ച് തന്നെ അത് ഡ്രോ ആയിരുന്നു. അതിൽ 2 പേർക്കെതിരെയും റെഫറി മോശമായ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ലൈക്ക് ഒസസോണയ്ക്കും വേണമെങ്കിൽ ജയിക്കായിരുന്നു ആ കളി, ഞങ്ങൾക്കും അതേപോലെ തന്നെ ജയിക്കായിരുന്നു. ഞങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഞങ്ങളുടെ പ്ലെയറിനെതിരെ ചെയ്തൊരു ഫൗള് റിവ്യൂ പോലും കൺസിഡർ ചെയ്തില്ല. ഡയറക്റ്റ് നോ ഫൗൾ എന്ന് വിളിച്ചിട്ട് അങ്ങ് തള്ളിക്കളയാണ്. അപ്പം അങ്ങനത്തെ ചില ലൈക്ക് പ്രീമിയർ ലീഗിലാണെങ്കിൽ അതൊക്കെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് VAR അറ്റ്ലീസ്റ്റ് ചെക്കിനെങ്കിലും അന്വേഷിക്കുക, അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ അവർ നോക്കുമായിരിക്കും. ഇതിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനേ ഉണ്ടായിട്ടില്ല. ചെക്ക് ഓവർന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും വന്നിട്ടില്ല. കാരണം അതിൻ്റെ ഓഡിയോ ഫുൾ അവർ റിലീസൊക്കെ ചെയ്തു, അനലൈസ് ഒക്കെ ചെയ്തതാണ് ഈ ബെല്ലിംഗമിൻ്റെ ഇഷ്യൂ പുറത്ത് വന്നപ്പോൾ. സോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അതിന് ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ അവർ അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള മെഷർ എടുക്കുക. അങ്ങനെയല്ലേ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരേണ്ടത്, ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു. അതിനു പകരം കംപ്ലൈൻറ്റ് ചെയ്യണ ആളെക്കെതിരെ പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ, അതും പബ്ലിക്കായിട്ട് പറയുന്നത് എന്ത് മോശമായ കാര്യമാണ്. റയൽ മാഡ്രിഡ് എന്നല്ല, ഇപ്പോൾ ബാർസക്കെതിരെ ചെയ്താലും ഞാൻ ഇത് തന്നെ പറയും. കാരണം ഇറ്റ്സ് നോട്ട് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. അത് ആ ഒരു ഇമേജ് തന്നെ ഞാൻ കളയും വേറെ കാര്യം പറയട്ടെ, ബട്ട് ഇറ്റ്സ് ഗുഡ് ഫോർ ദ PR മാൻ. ലാലിഗയ്ക്ക് കിട്ടുന്ന ഒരു റീച്ചിന് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇറ്റ്സ് എ ഫുട്ബോൾ ഗെയിം, വൈ ഡു വി ഹാവ് ടു ബി സോ പ്രൊഫഷണൽ? എന്ത് റീച്ചാണ്? റെഫറിങ് മോശമാണ്, ക്വാളിറ്റി കുറവാന്നുള്ളതാണോ ഒരു നല്ല കാര്യം? അതിലടാ കോൺട്രവേഴ്ഷ്യൽ ടേക്സ് ആണല്ലോ പുള്ളി പറയുന്നത്. ഒരു പ്രസിഡന്റിന് അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. അത് റിയൽ മാഡ്രിഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്നാണല്ല ഞാൻ പറയണത്. അത് ആരെ പറ്റി പറഞ്ഞാലും ലൈക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ആ ലീഗ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് യു ഡോണ്ട് ഹാവ് ടു ബി ദാറ്റ് പ്രൊഫഷണൽ ഇൻ ലൈക്ക് ദ ഫുട്ബോൾ ഫീൽഡ്. ഞാൻ പറയാം, ഏതൊരു അത്ലറ്റ് ഫീൽഡാണെങ്കിലും അത് കുറച്ച് റൂം ഫോർ ആ ഒരു എന്താ പറയാ ഇൻഫോർമൽ കാര്യങ്ങൾക്ക് അതിന് വേണം എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഐ ഗെറ്റ് യുവർ പോയിന്റ്. ലൈക്ക് അത് പബ്ലിക്കിലല്ല, അതാണ് ഞാൻ പറയുന്നത്. ബോർഡ് മീറ്റിംഗ്സിലോ അല്ലെങ്കിൽ തമ്മിൽ സംസാരിക്കണ പോലെയല്ല പബ്ലിക്കിലൊരു സംഭവം റിലീസ് ചെയ്യുമ്പോൾ സംസാരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ പോയിട്ട് ഒരാളെ പറ്റി പേഴ്സണലായിട്ട് ഓപ്പൺ ആയിട്ട് ഇത്രയും അധികാരത്തിലുള്ള ഒരാൾ പോയി അറ്റാക്ക് ചെയ്താൽ അതെന്ത് മോശമാണ്? പബ്ലിക്കിൽ അങ്ങനെയല്ല പറയേണ്ടത്. ഇൻ യുവർ മീറ്റിംഗ്സ് ഓർ സംതിങ്, അതെന്തെങ്കിലും ബാക്ക് ബിഹൈൻഡ് ദ സീൻസ് എന്ത് നടന്നാലും ദാറ്റ്സ് നോട്ട് ഹൗ യു റിലീസ് എ സ്റ്റേറ്റ്മെന്റ് ഔട്ട്സൈഡ് ടു ദ പബ്ലിക്. സോ അതേ ഞാൻ പറഞ്ഞുള്ളൂ. ലൈക്ക് ഞാനിപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒഫെൻസീവായി എടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇത്
കാലങ്ങളായിട്ട് അറിയുന്ന കാര്യമാണ്. ലാലിഗ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരുപാട് കറപ്റ്റഡ് ആണ്, കറപ്ഷൻ ഉള്ള ഒരു ലീഗാണ്. ആൻഡ് ദെൻ ഇതുപോലത്തെ പല കാര്യത്തിലും പല ബയസും ഒക്കെ ഉള്ള ഒരു ലീഗ് തന്നെയാണ്. അങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാർസയ്ക്ക് അനുകൂലമായിട്ടും റെഫറീസിന് ഇപ്പം നെഗ്രേര കേസ് ഞങ്ങൾക്കെതിരെ ഇതൊരു അലഗേഷൻസേ ഉള്ളൂ, പ്രൂവ് ആയിട്ടില്ല. ബട്ട് ഞങ്ങൾക്കെതിരെ പ്രൂവ് ആവാനും ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല, മേ ബി അങ്ങനത്തെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്ത ചിലപ്പോൾ റെഫറീസ് ഉണ്ടാവാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ ലീഗ് ഞാൻ പറയും. അതാരും കൊണ്ടുവന്നാൽ റഫറിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും സെയിം സിറ്റുവേഷൻ മെസ്സി ഞാൻ പറയാൻ വന്ന അതല്ല. ഇപ്പൊ ബെല്ലിംഗം പറഞ്ഞ പോലെ തന്നെ ഫക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആണ് റെഡ് കാർഡ് കൊടുത്ത്. ഒരു ദിവസം മുമ്പ് ഇന്റർ മിയാമിയുടെ കളിയിൽ മെസ്സിയും ഇതുപോലെ റെഫറിയുടെ അടുത്ത് പറഞ്ഞിട്ട് മെസ്സിക്ക് കൊടുത്ത യെല്ലോ കാർഡാണ്. ഓക്കെ, വ്യത്യാസം എന്താണെന്നറിയോ? മെസ്സി ഈസ് ദ ഫേസ് ഓഫ് MLS. മെസ്സി ഈസ് ദ ഫേസ് ഓഫ് MLS. മെസ്സി അപ്പുറത്തെ ടീമിന്റെ കോച്ചിന്റെ കഴുത്തിന് പിടിച്ച അമർത്തി. ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മെസ്സിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ഇന്റർ മിയാമിക്കും അതുപോലെ തന്നെ MLS-നും. മനസ്സിലായോ? മെസ്സി റെഫറിനെ കൊല്ലാൻ വേണ്ടി പോണ പോലെ എനിക്ക് തോന്നി. എന്താ അതിന് ചോപ്പ് കാർഡ് കൊടുക്കാത്തതെന്ന് എനിക്ക് തോന്നി. എടാ, റിയൽ മാഡ്രിഡ് ലാലിഗ വിട്ടു പോവാണെങ്കിൽ ലാലിഗ മരിക്കും. അത് ഞാൻ എഴുതി തരാം. ഞങ്ങൾ ആ എടാ ക്ലബ്സിന് ലീഗ് മാറ്റാൻ പറ്റും, അതറിയില്ലേ? എന്നിട്ട് പ്രീമിയർ ലീഗ് വരുമോ? പ്രീമിയർ ലീഗ് ചാൻസ് കുറവാണ്. ചാൻസ് ഉള്ളത് ബുണ്ടസ് ലീഗ, സീരിയ ആൻഡ് ലീഗ് 1 ആണ്. എടാ നിങ്ങൾ എന്തീ പറയുന്നത്? റിയൽ മാഡ്രിഡിലല്ലേ അതിന്റെ ബേസ് ഉണ്ടാവേണ്ടത്? അങ്ങനെയല്ലടാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്വാൻസി സിറ്റി, വ്രെക്സ്ഹാം ഇവരൊക്കെ അറിയോ? ഈ ക്ലബ്സ് ഒക്കെ വെൽഷ് ക്ലബ്സ് അറിയാം. പുതിയ മാനേജറൊക്കെ വന്നിട്ടുണ്ട്. വെയിൽസില് ബേസ് ചെയ്ത ക്ലബ്സ് ആണ്, വെൽഷ് ക്ലബാണ്. അവരൊക്കെ കളിക്കുന്ന ഇംഗ്ലീഷ് ഈ സിസ്റ്റമിലാണല്ലോ, ഇംഗ്ലീഷ് ലീഗ് സിസ്റ്റമിലാണല്ലോ. അവര് ഇവിടെ വന്ന് കളിക്കണമെന്ന് അതുപോലെ കളിക്കാറുണ്ടടാ. ആൻഡ് റിയൽ മാഡ്രിഡ് റൂമേഴ്സ് വന്നിരുന്നു ദാറ്റ് റിയൽ മാഡ്രിഡ് ഈസ് കൺസിഡറിംഗ് ടു മൂവ് ടു എ ഡിഫറെന്റ് ലീഗ്. I don't think that's never gonna happen. I don't think that's gonna happen. Like ഇല്ല, അത് നടക്കൂല്ല എന്നുള്ള വേറെ കാര്യം. ലാലിഗയുടെ അപ്രൂവൽ വേണം, പോണ ലീഗിന്റെ അപ്രൂവൽ വേണം, ബോഡിയുടെ അപ്രൂവൽ വേണം, യുഎഫയുടെ അപ്രൂവൽ വേണം, ഫിഫ അത് ഇനിഷ്യേറ്റ് ചെയ്യണം. ഭയങ്കര പ്രശ്നമായിരിക്കൂടാ. ഒക്കെ പോട്ടെ, ഫാൻസിന് പ്രശ്നമായിരിക്കൂടാ. എടാ റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ മാഡ്രിഡിന് വേണ്ട ടീമാണ്. ആണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയാ, ഞങ്ങള് കാരണമാണ് ആ ലീഗ് ടു സം എക്സ്റ്റെന്റ് ഇത്രയും പോപ്പുലർ ആയത്. അതിനൊരു സംശയമില്ല. എടാ ഞാൻ റെഫറിന്റെ കാര്യം പറയണല്ലേ, ഈ സീസൺ പ്രീമിയർ ലീഗ് റെഫറിങ് അടിപൊളിയാണ്. കമ്പയർ ടു ലാസ്റ്റ് സീസൺ ഈ സീസൺ അടിപൊളിയാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇരിക്കുന്നോണ്ടാണ് കൊടുത്ത ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ്, അത്യാവശ്യം കൺസിസ്റ്റൻസി ഉണ്ട്. എനിക്ക് പക്ഷെ മൈക്കിൾ ഒലിവറിന്റെയും ആന്റണി ടൈലറിന്റെയും ചില സമയത്തുള്ള സ്വഭാവമൊന്നും എനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. പലതും മൈക്കിൾ ഒലിവർ കാണുമ്പോ കുറച്ച് മൈക്കിൾ ഒലിവറിനെ പറ്റി എന്നോട് പറയരുത്. പക്ഷെ എങ്കിൽ കൂടി ഞാൻ പറഞ്ഞ റിലേറ്റീവ്ലി കമ്പയർ ടു ലാസ്റ്റ് സീസൺ ഇറ്റ്സ് ഓക്കെ. ലാസ്റ്റ് സീസൺ എന്തുവായിരുന്നത്? അറ്റ്ലീസ്റ്റ് കുറെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് ടൈം എടുത്ത് റിവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മണ്ടത്തരൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ദാറ്റ്സ് ദെയർ. എനിവേസ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായിരുന്നു. അപ്പൊ ക്ലോസ് ചെയ്യല്ലേ? വേറൊന്നുമില്ലല്ലോ. Okay guys, thank you so much for tuning in to the Kalpost Talks. We will see you soon in the next episode. Bye. Sulan.